അപ്പോൾ ഏകദേശം ഓക്കെ ക്ലാസ്സിലേക്ക് വീണ്ടും വെൽക്കം. അപ്പോൾ നമുക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അത് വായിച്ചു നോക്കിയോ? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ കവറിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏകദേശം കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് തിയറിയിലേക്ക് ഫസ്റ്റ് വരുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ തന്നെ ആദ്യം തന്നെ ചെയ്ത് നോക്കാം. ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ആദ്യം. ഞാൻ പറ സൗണ്ട് കേൾക്കാണ്ടോ? കറക്റ്റായി കേൾക്കാണ്ടോ? ഈ സൗണ്ട് മതിയോ? ഇനി കൂടണോ? സൗണ്ട് കേൾക്കാണ്ടോ മാക്സിമം? ഓക്കെ, അഞ്ജന ഓക്കെ, യൂസർ എസ് ഓക്കെ, ഐശ്വര്യ ഉണ്ട് ഓക്കെ, ജയശ്രീ, ആര്യ ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം പറയുന്നത് ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് പറയാം. ജസ്റ്റ് നാച്ചുറലി ഓക്കെ. രണ്ടാൾ വെയിറ്റിംഗ് റൂം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പി ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഓക്കെ, വിച്ച് ഈസ് ദ കറക്റ്റ് thermal stability order? Which is the correct thermal stability order of H2E? Which ഞാൻ വിചാരിക്കുന്നു ഓക്കെ, which is the correct thermal stability order for H2E? For H2E ഹൈഡ്രേറ്റ്സ് ആണ്. E എന്ന് പറയുന്നത് is equal to oxygen, sulfur, selenium, tellurium and polonium. ഓക്കെ, ഇത് നമ്മുടെ ഏത് ഗ്രൂപ്പാണ്? 16ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. സൈഡിലോട്ട് വല്ലാതെ ഇതൊക്കെ എഴുതുന്നില്ല, മാക്സിമം അത്ര പോകുന്നുള്ളൂ, എല്ലാം പോകുന്നില്ല. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദ കറക്റ്റ് തെർമൽ സ്റ്റെബിലിറ്റി ഓർഡർ ഫോർ H2E മാക്സിമം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഉണ്ട്. എ H2SE less than H2TE less than H2PO less than H2O less than H2S. Option A. Option B. H2S less than H2O less than H2SE H2TE H2PO. Option C. H2O H2S H2SC H2TE H2PO. D.
Se H2S H2O. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ കിട്ടി എല്ലാവർക്കും വിചാരിക്കുന്നു. എല്ലാവർക്കും ഓപ്ഷനും ക്ലിയർ ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ 2019 നീറ്റ് എക്സാം ചോദിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആൻസർ അറിയോ? അതായത് നമുക്ക് 2-3 ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ബ്ലോക്ക് എലമെന്റ്സിന് ചോദിക്കാറുള്ളത്. ഒന്ന് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ, boiling point. Second one is acidity. Third one is thermal stability. അങ്ങനെ 3 ടൈപ്പ് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് അതായിക്കോട്ടെ 13, 14 ആയിക്കോട്ടെ 15, 16, 17, 18 ഈ 3 ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് തെർമൽ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. ഒന്ന് തെർമൽ സ്റ്റെബിലിറ്റി, സെക്കൻഡ് വൺ ഇസ് അസിഡിറ്റി, തേർഡ് വൺ ഇസ് എന്താ പറയുന്നത് നമ്മുടെ ബോയിലിംഗ് പോയിന്റ്. ഈ 3 ചോദ്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന കേസ് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇത് ഞാൻ പറഞ്ഞ ഏത് ഗ്രൂപ്പാണ്? ഓക്സിജൻ ഫാമിലിയാണ്. ശ്രദ്ധിക്കുക, ഓക്സിജൻ ഫാമിലിയാണ് ഉള്ളത്. അപ്പോൾ ഓക്സിജൻ ഫാമിലി ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക പറയുന്നത് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? സ്റ്റെബിലിറ്റി ഇത്രേ ഉള്ളൂ, ചൂടാക്കി കഴിഞ്ഞാൽ, അതായത് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെച്ചാൽ അതെന്താണ്? തെർമൽ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. മനസ്സിലാവുണ്ടോ? തെർമൽ സ്റ്റെബിലിറ്റി ആ വേർഡിന്റെ മീനിങ് ആലോചിക്കുക, അത്രേ ഉള്ളൂ. തെർമൽ എന്ന് വെച്ചാൽ ചൂട്, ടെമ്പറേച്ചർ, സ്റ്റെബിലിറ്റി വെച്ച് നിലനിൽക്കുക. ഓക്കെ, അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, കേൾക്കാനില്ല ഹർഷിത. ഓക്കെ, ഇപ്പൊ കേൾക്കാണ്ട ഹർഷിത? കേൾക്കാനുണ്ടപ്പോ ഹർഷിത? ഇപ്പൊ കേൾക്കാനുണ്ടോ? ബാക്കിയുള്ളവർ കേൾക്കാണ്ടോ? ഹർഷിതയ്ക്ക് ഒഴികെ ബാക്കിയുള്ളവർ കേൾക്കാണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. തെർമൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? തെർമൽ സ്റ്റെബിലിറ്റി ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. എന്താണ്? ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ്? ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ശ്രദ്ധിക്കുക, ഇത് ഓക്സിജൻ ഫാമിലിയാണ്. ഏത് ഫാമിലി എന്ന് പറയുന്നത്? ഓക്സിജൻ ഫാമിലി. നമുക്കറിയാം ഒരു ഗ്രൂപ്പില് താഴത്തോട്ട് വരും തോറും എന്ത് കൂടുന്ന സൈസ് കൂടി കൂടി വരും. എന്താ കൂടുന്ന? ഒരു ഗ്രൂപ്പില് താഴത്തോട്ട് വരുന്തോറും എന്ത് കൂടുന്ന സൈസ് എന്ത് ചെയ്യുന്ന കൂടി കൂടി വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉണ്ടാവില്ലേ? സൈസ് എന്ത് ചെയ്യുന്ന കൂടി കൂടി വരും, പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ മറ്റൊരു പോയിന്റ് കൂടി പഠിച്ചിട്ടുണ്ട്. പറഞ്ഞത് ഒരു ഗ്രൂപ്പില് ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി വിൽ ബി ഡിക്രീസസ്. എന്താ പഠിച്ചിരിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴേക്ക് വരുന്നതോടും പറഞ്ഞത് കുറഞ്ഞു വരുമെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പില് ഏതാണ്? താഴത്തോട്ട് പോകുന്നത് കറക്റ്റ് താഴത്തോട്ട് ഓർഡർ ആണ്. ഓക്കെ, ടോപ്പ് ടു ബോട്ടം ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഓർഡറിൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ഓക്കെ, എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ ചോദ്യം മനസ്സിലായോ? എന്താണ് ടോപ്പിക് പറഞ്ഞത് മനസ്സിലായോ? എന്താ പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നത്? കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴത്തോട്ട് വരുന്നതോറും എന്താ പറയുന്നത്? കുറഞ്ഞു കുറഞ്ഞു വരുമെന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴത്തോട്ട് വരും തോറും എന്താ സംഭവിക്കുക? ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. H2 എന്താ പറയുന്നത്? ഓക്കെ, എസ് വേണ്ട, H2PO ബോണ്ട് ഉണ്ട്. H2PO. അപ്പോ താഴത്തോട്ട് വരുംതോറും, ഓക്കെ, ആയ കറക്റ്റ് ആൻസർ ആണ്. താഴത്തോട്ട് വരുംതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരും എന്ന് വെച്ചാൽ അർത്ഥം എത്രയേ ഉള്ളൂ? ഈ പൊളോണിയം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു 2 ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റുന്നത്? എന്ത് ചെയ്യാൻ പറ്റില്ല? ബോണ്ട് എന്തായിട്ട് മാറും? വീക്ക് ബോണ്ടായിട്ട് മാറും. പൊളോണിയം നമുക്കറിയാം, പൊളോണിയം ഹൈഡ്രജൻ നമുക്കറിയാം. എന്താണ് ഹൈഡ്രജൻ? ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കുറവുള്ള ഒരു മൂലകമാണ്, ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ പൊളോണിയത്തിനും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്? വളരെയധികം കുറവാണ്.
അതായത് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ, ഈ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെയധികം കുറവാണ്. മനസ്സിലാവുണ്ടോ? ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ആ കഴിവ് ഈ രണ്ട് ആറ്റങ്ങൾക്കും വളരെയധികം കുറവാണ്. അപ്പൊ ബോണ്ട് എന്തായിട്ട് മാറും? വീക്ക് ബോണ്ടായിട്ട് മാറും. ബോണ്ട് എന്തായിട്ട് മാറും? വീക്ക് ബോണ്ടായിട്ട് മാറും. അങ്ങനെ വീക്ക് ബോണ്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നതാണ്? എന്ത് സംഭവിക്കും? ബോണ്ട് ബ്രേക്ക് ആയിട്ട് പോകും. എങ്ങനെ സി വരിക ആലോചിച്ച് നോക്കുക. അതായത് അപ്പൊ ഏറ്റവും എന്താ പറയുന്നത്, നമ്മൾ ഡിക്രീസിങ് നോക്കി നോക്കുക. എങ്ങനെ വരിക? താഴത്തോട്ട് ഗ്രൂപ്പിൽ താഴത്തോട്ട് വരും, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരും. അതായത് ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്നതോറും എന്ത് കുറയുന്ന പറയുന്നത്? എന്ത് കുറയും? അതിന്റെ തെർമൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഇത് 16, 17, 18 എല്ലാത്തിലും ഒരു വിധമൊക്കെ സെയിം ആണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? 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 ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഗ്രൂപ്പ് ആലോചിച്ച് നോക്കി നോക്കുക. തെർമൽ സ്റ്റെബിലിറ്റിയുടെ കേസ് നമ്മൾ പറഞ്ഞു. എന്താണ് തെർമൽ സ്റ്റെബിലിറ്റി? ഇനി അടുത്ത ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിലേക്ക് ക്ലിയർ ആയോ? അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് ചോദിച്ചത് 2019 നീറ്റ് എക്സാമിൽ ചോദിച്ചാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആണോ? ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ അടുത്തത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഞാൻ എല്ലാ ഗ്രൂപ്പും ഒരു വിധമുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇങ്ങനെ തന്നെ വരിക. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്നവർ എന്താ പഠിച്ചിരിക്കുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നത് പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? തെർമൽ സ്റ്റെബിലിറ്റി എന്താ പറയുന്നത്? നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? താഴത്തോട്ട് വരുന്നതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു അല്ലേ? അപ്പൊ അതിൽ എക്സെപ്ഷൻ കേസ് ഉണ്ട്. നമ്മുടെ ഈ പി ബ്ലോക്കിൽ 13 to 18 ഗ്രൂപ്പിൽ 15 to 18 ഗ്രൂപ്പിൽ നമ്മുടെ ഈ സെക്കൻഡ് ഇയറിൽ പി ബ്ലോക്കിൽ എക്സെപ്ഷണൽ കേസ് ഒന്നും ഇല്ല. നമ്മുടെ എവിടെ ഉണ്ട്? ഫസ്റ്റ് ഇയറിൽ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് ഞാൻ പറയാം. ഫസ്റ്റ് ഇയറിൽ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഓക്കെ, ഇവിടെ യാതൊരു എക്സെപ്ഷണൽ കേസും ഇല്ല. ഇത് കറക്റ്റ് ഇങ്ങനെയല്ല. 15, 16, 17, 18. ഓക്കെ, പറഞ്ഞു മനസ്സിലായ? അപ്പോൾ ഏകദേശം ഈ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പൊ അടുത്ത ചോദ്യം ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. ഇതാണ് ബോയിലിംഗ് പോയിന്റ്. ഞാൻ പറഞ്ഞു 3 സെക്ഷൻസ് ചോദിക്കാം. ഒന്ന് തെർമൽ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ചോദിക്കും, ഒന്ന് ബോയിലിംഗ് പോയിന്റ് ഓർഡർ ചോദിക്കും, മറ്റൊന്ന് അസിഡിറ്റിയുടെ ഓർഡർ ചോദിക്കും. ഈ 3 ചോദ്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒരു ചോദ്യം റിപ്പീറ്റ് ചോദിക്കാറുള്ളത്. അപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റി ക്ലിയർ ആണോ? അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും തെർമൽ സ്റ്റെബിലിറ്റി ഇങ്ങനെയാണ് വരാറുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോഴും കിട്ടാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ സ്റ്റെബിലിറ്റി പറഞ്ഞു. അടുത്ത ബോയിലിംഗ് പോയിന്റിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബോയിലിംഗ് പോയിന്റ്. Okay, the variation of boiling point, the variation of boiling point, the variation of boiling point of the hydrogen halides of the hydrogen halides in the order ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ ഓർഡർ ആണ് എന്താ പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് ഓർഡർ ആണ്. ഇതിന്റെ ഓർഡർ HF greater than HBr HCl. What explains the question ആണ്? What explains the higher boiling point of hydrogen
fluorides. Hydrogen fluorides. Okay. ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ ബോയിലിംഗ് പോയിന്റുകൾ നമ്മൾ ഓർഡറിലായിട്ട് എഴുതിയിരിക്കുകയാണ്. ആ ബോർഡിൽ ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ചിരിക്കുന്നത് സാധാരണ കേസിൽ എന്താണ്, മോളിക്കുലാർ മാസ് ഒരു ഗ്രൂപ്പില് ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഒരു ഗ്രൂപ്പില് ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിച്ചിരിക്കുന്നത് ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുംതോറും മോളിക്കുലാർ മാസ് ഇൻക്രീസിങ് ചെയ്യും. മോളിക്കുലാർ മാസ് ഇൻക്രീസിങ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? പക്ഷെ നമ്മുടെ ഹാലജൻ ഫാമിലിയിൽ, അതായത് ക്ലോറിൻ ബ്രോമിൻ ഫ്ലൂറിൻ ഐഡിൻ, ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ ഐഡിൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഹാലജൻ ഫാമിലി 17ാമത്തെ ഗ്രൂപ്പിൽ ആ ബോയിലിംഗ് പോയിന്റിൽ ശ്രദ്ധിക്കുക ചെറിയൊരു വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് എന്താണ് കാരണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. There are strong hydrogen bonding between HF molecule. There are strong hydrogen bonding between HF molecule. First statement ആണ്, ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, B option. The bond energy HF molecule, the bond energy HF molecule, the bond energy HF molecules, the bond energy HF molecule is greater than 2 other hydrogen halides. C part question. C part. The effect of nuclear shielding. The effect of nuclear shielding. The effect of nuclear shielding is much reduced in fluorine which polarizes HF molecule. D. The electronegativity of fluorine is higher than other elements. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്ന കേസ് ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് സിമ്പിളായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്കറിയാം, ശ്രദ്ധിക്കുക, വേരിയേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ ബോയിലിംഗ് പോയിന്റ് എടുത്തു, ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ ബോയിലിംഗ് പോയിന്റ് എടുത്തിട്ട് ഹൈഡ്രജൻ ഫ്ലൂറിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെയധികം കൂടുതലാണ് ബാക്കിയുമായി കമ്പയർ സമയത്ത്. നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ്, ശ്രദ്ധിക്കുക, ബോയിലിംഗ് പോയിന്റ് ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്ന സമയത്ത് ഈ മോളിക്കുലാർ മാസ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടി വരും. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ബോയിലിംഗ് പോയിന്റ് വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പറയുന്ന കേസ് ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അതായത്
ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ there are strong hydrogen bonding of HF molecule. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയോ? ആദ്യം ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയോ? അത് പറ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ആൻസറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് there are strong hydrogen bonding. ഹൈഡ്രജൻ ബോണ്ടിങ് വളരെയധികം സ്ട്രോങ് ആണ് HF മോളിക്യൂൾ. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, കാരണം ഇതാണ്, ഇവിടെ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ HF മോളിക്യൂൾ. HF മോളിക്യൂളിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂളില് എന്താണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വളരെയധികം കൂടുതലാണ്. എന്താ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ അറിയാലോ, എന്താ ഹൈഡ്രജനും, അതായത് ഒരു HF മോളിക്യൂൾ HF മോളിക്യൂൾ ആണ്, ഇത് ഒരു HF മോളിക്യൂൾ ആണ്. ശ്രദ്ധിക്കുക, ഇതാ ഇത് അല്ലാതെ പോയത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു HF മോളിക്യൂൾ, HF, മറ്റൊരു HF മോളിക്യൂൾ ഇവിടെ. ഓക്കെ, അതായത് എന്ത് സംഭവിക്കും, ഈ ഫ്ലൂറിനും ഈ ഹൈഡ്രജനും തമ്മിൽ എന്താ പറയുന്നത്, ഫ്ലൂറിനും ഹൈഡ്രജനും തമ്മിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, അവിടെ ഉണ്ടാവുന്ന ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വളരെയധികം സ്ട്രോങ് ആയിരിക്കും. നമ്മൾ എന്താ പഠിച്ചത്, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്, ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റവും തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഇവിടെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള മോളിക്യൂൾസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്ലൂറിൻ എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം എന്താണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകമാണ്. ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകമായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകമായതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ എന്താ സംഭവിക്കുന്നത്, ഏറ്റവും ടോപ്പ്, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ടോപ്പുള്ള എലമെന്റ് ആണ് ഇത് പറയുന്നത് ഫ്ലൂറിൻ, ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബോണ്ടിങ് എന്തായിരിക്കും, വളരെയധികം എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് രണ്ട് മോളിക്യൂളിന്റെ ഇടയിൽ, അഥവാ വാൻ ഡെർ വാൾ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാൻ ഡെർ വാൾ ഫോഴ്സ് 3 ടൈപ്പ്, ഏതൊക്കെയാണ്, ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, അങ്ങനെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്, രണ്ട് മോളിക്യൂൾസിന്റെ ഇടയിൽ, അതായത് രണ്ട് HF മോളിക്യൂളിന്റെ ഇടയിൽ അവിടെ ഉണ്ടാകുന്ന എന്താ പറയുക, അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്, വളരെയധികം കൂടുതലാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്, സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ്. കാരണം എന്തുകൊണ്ടാണ്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എലമെന്റ് ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെന്റ്, ഇവിടെ കൂടിയ എലമെന്റ് ഫ്ലൂറിൻ അല്ലേ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ, ഫ്ലൂറിൻ എന്താ പറയുന്നത്, അവർക്ക് എന്താണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് ഫ്ലൂറിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ, there are strong hydrogen bonding. ബോണ്ട് സ്ട്രോങ് ആണെച്ചാൽ, അത് ബോണ്ട് രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ്. ശ്രദ്ധിക്കുക, ഇത് ഒരു മോളിക്യൂളിന്റെ ഇടയിലല്ല, രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഒന്നും കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് മോളിക്യൂളിന്റെ ഇടയിലുള്ള ബോണ്ട് വളരെയധികം എന്താണ്, സ്ട്രോങ് ആണ്. കാരണം എന്തുകൊണ്ട്, ഒരു മോളിക്യൂളിന്റെ ഇടയിലല്ല, ആ ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആണ്. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നൊക്കെ പറയും. ആ ഹൈഡ്രജൻ ബോണ്ടിങ്, ആ വാൻ ഡെർ വാൾ ഫോഴ്സ് ഹൈ ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്, അവിടെ HFന് ബോയിലിംഗ് പോയിന്റ് വളരെയധികം കൂടുതലായിട്ട് വരാൻ കാരണം. ഇതാണ് HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് കേട്ടോ. ഓക്കെ, അപ്പോൾ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. സാധാരണ കേസിൽ ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസിങ് ആണ്. പക്ഷേ ഇവിടെ ഏഴിൻ്റെ കേസിൽ മാത്രമാണ്, നമ്മുടെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ കേസിൽ മാത്രം, ഹാലജൻ ഗ്രൂപ്പിൽ മാത്രമാണ് അങ്ങനൊരു വ്യത്യാസം സംഭവിക്കുന്നത്. ഓക്കെ, പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അടുത്ത് നമ്മൾ ബോയിലിംഗ്, ശ്രദ്ധിക്കാൻ പറയുന്നത് അസിഡിറ്റിയെ കുറിച്ച്, ബോയിലിംഗ് പോയിന്റ് പറഞ്ഞു. അടുത്തത് അസിഡിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതാണ് അസിഡിറ്റിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അസിഡിറ്റിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒപ്പം തിയറി പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ആ തിയറി നോട്ട് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻസും ഒപ്പം കഴിഞ്ഞു പോകുന്നുണ്ട്. അസിഡിറ്റിയെ പറ്റിയുള്ള
ഹാലൈറ്റ്സിന്റെ കേസ് മാത്രമാണ് അങ്ങനെ വരുന്നത്. ഹാലൈറ്റ്സിന്റെ കേസ് മാത്രമാണ് കേട്ടോ. ബാക്കിയൊക്കെ മോളിക്കുലർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതോറും ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്ന പറഞ്ഞിരിക്കുന്നത്. ഹാലൈറ്റ്സിന്റെ കേസിൽ മാത്രം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അസിഡിറ്റി ഓഫ്, ഞാൻ കമന്റ് കണ്ടില്ല, അസിഡിറ്റി ഓഫ് നേരത്തെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസിഡിറ്റി ഓഫ് diprotic acids in aqueous solution increases in the order അസിഡിറ്റിയുടെ ഓർഡർ ആണ് കേട്ടോ. ഹൈഡ്രജന്റെ അസിഡിറ്റി കേട്ടോ. ശ്രദ്ധിക്കുക, അസിഡിറ്റി A H2S is less than H2SC less than H2TE. B H2SE less than H2S less than H2TE. C H2TE less than H2S less than H2SC. D H2SE less than H2TE less than H2S. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിഡിറ്റിയെ കുറിച്ചാണ്. അസിഡിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ അസിഡിറ്റി എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ആരാണോ പെട്ടെന്ന് H+ അയോൺസിനെ വിട്ട് കൊടുക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നത് അസിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പറയുന്ന കേസ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് പറയാം പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഏകദേശം ഒരു ഫാമിലിയാണ് ഓക്സിജൻ ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, താഴത്തേക്ക് എഴുതുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഫാമിലിയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് വെച്ച് എന്താണ്, പെട്ടെന്ന് H+ അയോൺസിനെ വിട്ടുകൊടുക്കണം. പെട്ടെന്ന് H+ അയോൺസിനെ വിട്ടുകൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് എന്ത് ബോണ്ട് ആയിരിക്കണം, വീക്ക് ബോണ്ട് ആയിരിക്കണം. എന്ത് ബോണ്ട് ആയിരിക്കണം, വീക്ക് ബോണ്ട് ആവണം. ക്ലിയർ ആണോ പറഞ്ഞത്? പെട്ടെന്ന് H+ അയോൺസിനെ വിട്ടുകൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ പറയുന്നത് ഓപ്ഷൻ എ എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് നോക്കാം. അതപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയാണ്. അപ്പൊ അസിഡിറ്റിയിൽ പെട്ടെന്ന് H+ അയോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് H+ അയോൺസിനെ വിട്ടുകൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ ആ ബോണ്ട് വീക്ക് ബോണ്ട് ആവണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് ഗ്രൂപ്പാണ്, സൾഫർ, സെലീനിയം, ടെലൂറിയം. നമുക്കറിയാം ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൾഫർ, സെലീനിയം, ടെലൂറിയം. അപ്പൊ താഴത്തേക്ക് വരുന്തോറും ഈ ഗ്രൂപ്പിൽ ഓക്സിജൻ, ശ്രദ്ധിക്കുക, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഏത് 16ാമത്തെ ഗ്രൂപ്പില്. അപ്പൊ താഴത്തോട്ട് വരുന്ന സമയത്ത് ഈ ഗ്രൂപ്പില് താഴത്തോട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, സൈസ്, അറ്റോമിക് സൈസ് ക്യാൻ ബി ഇൻക്രീസസ്. അതായത് ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്നതോറും അറ്റോമിക് സൈസ് കൂടുന്നു, അറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. കേൾക്കാൻ ഷഹനാസ്, കേൾക്കാല്ല, ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഗ്രൂപ്പില് ഇത് 16ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഈ 16ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ത് സംഭവിക്കുന്നത്, താഴത്തേക്ക് വരുന്തോറും ഈ ഗ്രൂപ്പില് സൾഫർ, സെലീനിയം, ടെലൂറിയം എന്നൊക്കെ പറയുന്ന 16ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഈ 16ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിൽ താഴത്തോട്ട് വരുന്തോറും എന്ത് സംഭവിക്കും, ആറ്റത്തിന്റെ സൈസ്, അറ്റോമിക് സൈസ് ക്യാൻ ബി ഇൻക്രീസസ്. ആറ്റത്തിന്റെ സൈസ് താഴത്തോട്ട് വരുന്തോറും എന്ത് ചെയ്യുന്നത്, വളരെയധികം എന്ത് ചെയ്യുന്നത്, കൂടി കൂടി വരുന്നു എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണ് പറഞ്ഞത്? അപ്പോൾ അങ്ങനെ കൂടി വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സൈസ് കൂടി വരുന്ന സമയത്ത് അവിടെ ബോണ്ട് ലെങ്ത്, ബോണ്ടിന്റെ ലെങ്ത് കൂടി വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോണ്ട് ഓർഡർ, ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ലെങ്ത് പഠിച്ചിട്ടുണ്ട് നമ്മള്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓപ്ഷൻ പറയാം, ആൻസർ പറയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ. താഴത്തോട്ട് വരുമ്പോൾ സൈസ് കൂടും, ആറ്റത്തിന്റെ സൈസ് കൂടും. ആറ്റത്തിന്റെ സൈസ് കൂടുന്ന അനുസരിച്ച് എന്താ പറയുന്നത്, ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. എന്താണ്, ബോണ്ട് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട്
എന്താ പറയുന്നത് സ്ട്രെങ്ത്. അപ്പൊ താഴത്തോട്ട് വരും തോറും ബോണ്ട് സ്ട്രെങ്ത് എന്താ ചെയ്യുന്നത്, കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? അതായത് ഒരു ഗ്രൂപ്പാണ് സൾഫർ, സെലീനിയം, ടെലൂറിയം എന്ന് പറയുന്നത്. ഏത് ഗ്രൂപ്പാണെന്ന് പറയുന്നത് നമ്മുടെ 16ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്നതോറും എന്ത് സംഭവിക്കുന്നത്, അറ്റോമിക് സൈസ് ഇൻക്രീസിംഗ് ആണ്. അറ്റോമിക് സൈസ് ഇൻക്രീസിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സൈസ് കൂടുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത്, ബോണ്ടിന്റെ ലെങ്ത് കൂടും. ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്ത് പറയുന്നത്, ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്ന പറയുന്നത്, എന്ത് സംഭവിക്കും, ബോണ്ട് ലെങ്ത് കൂടുന്നതനുസരിച്ച് ബോണ്ട് സ്ട്രെങ്ത് വീക്ക് ആവും. ബോണ്ട് സ്ട്രെങ്ത് വീക്ക് അനുസരിച്ച് എന്താ പറയുന്നത്, ബോണ്ട് സ്ട്രെങ്ത് വീക്ക് അനുസരിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ എന്താ സംഭവിക്കും, താഴത്തേക്ക് വരുന്ന ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഗുഡ് ആസിഡ്സ് ആണ്. അപ്പോൾ താഴത്തേക്ക് വരുന്നതോറും അസിഡിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നത്, കൂടി വരികയാണ്. ഇതിന്റെ താഴത്തേക്ക് വരുന്നതോറും അസിഡിക് ക്യാരക്ടർ, ഇലക്ട്രോണെഗറ്റിവ് വെച്ചും പറയാം. ഇലക്ട്രോണെഗറ്റിവ് വെച്ച് താഴത്തേക്ക് ഇലക്ട്രോണെഗറ്റിവ് കുറവാണ്, ദെൻ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ് പറയുക, ബോണ്ട് വീക്ക് ബോണ്ടായിട്ട് മാറും, അങ്ങനെയും പറയാം. ഓക്കെ, ഇലക്ട്രോണെഗറ്റിവിറ്റിയുടെ കേസും വെച്ച് വേണമെങ്കിൽ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലക്ട്രോണെഗറ്റിവ് താഴത്തേക്ക് വരുന്നതോറും കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കും, അവിടെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ ടെൻഡൻസി കുറവാണ്, ബോണ്ട് പെട്ടെന്ന് വീക്ക് ആവും, പെട്ടെന്ന് H+ അയോൺസ് വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പോൾ H+ അയോൺസ് നമുക്ക് എന്താണ് പെട്ടെന്ന് വിട്ടുകൊടുക്കണം. അപ്പോൾ ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്നതോറും ഇതൊക്കെ ഒരുവിധം സെയിം ആണ് കേട്ടോ, ഒരുവിധം എല്ലാ ഗ്രൂപ്പുകളിലും ട്രെൻഡ് ഇതാണ്. 13, 1, 2 ആൽക്കലി മെറ്റൽസ് ആയിക്കോട്ടെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിക്കോട്ടെ, ഒരുവിധം ട്രെൻഡ് സെയിം ആണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ് ക്ലിയർ ആണ് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ, ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഏതാ വരിക, കറക്റ്റ് ഓപ്ഷൻ ഏത് ആൻസറാ വരിക, ശ്രദ്ധിക്കുക, ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരിക ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്നവരും എ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇനി നമുക്ക് ഈ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കേസ്, ഒരു കേസ് നമ്മൾ പറഞ്ഞു, ദെൻ നമ്മൾ ഒന്ന് അസിഡിറ്റിയുടെ കേസ് പറഞ്ഞിട്ടുണ്ട്, ദെൻ വേറെ തെർമൽ സ്റ്റെബിലിറ്റി, 3 കേസുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം എന്ന് പറയുന്നത്രേ ഉള്ളൂ. തെർമൽ സ്റ്റെബിലിറ്റി പറഞ്ഞു, നമ്മുടെ ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഓക്സോ ആസിഡ്സ് ആണ്. നമ്മുടെ ഓക്സി ആസിഡ്, സൾഫറിന്റെ, നമ്മൾ നൈട്രജന്റെ പറഞ്ഞില്ലേ, നൈട്രജന്റെ നമ്മൾ കുറച്ച് കേസ് നമ്മൾ പറഞ്ഞില്ലേ, ഫോസ്ഫറസിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, അതേപോലെ തന്നെ സൾഫറിന്റെ കുറച്ച് ഓക്സി ആസിഡിന്റെ അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെ കുറച്ച് ഓക്സി ആസിഡിന്റെ പേരൊക്കെ നമ്മൾ ജസ്റ്റ് പഠിച്ചു വെക്കണം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിന് അതിന്റെ ഫോമുലയൊക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഒരു നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതൊന്ന് പഠിക്കുക. അതായത് എന്താ കേസ് എന്നുള്ളത്. ഒരു മിനിറ്റ്. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കേസ്, ഒരു ടോപ്പിക് ഒന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാം, വലിയ ബുദ്ധിമുട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് ശ്രദ്ധിക്കുക. കാരണം ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് പഠിക്കാനുള്ള കേസ്, ഞാൻ പറയുന്ന കേസ് ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ആ റെഡ്യൂസിങ് ക്യാരക്ടർ പഠിക്കുന്നത്, റിഡക്ഷന്റെ ക്യാരക്ടർ, pH ബോണ്ട്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ലേ, ഇന്നലെ ഡിസ്കസ് ചെയ്തില്ലേ, ആ pH ബോണ്ടുകളുടെ എണ്ണം കൂടുന്നതോ റിഡക്ഷൻ ക്യാരക്ടർ, റെഡ്യൂസിങ് ക്യാരക്ടർ കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പൊ അതുകൊണ്ട് ഫോസ്ഫറസിന്റെ ആക്സിഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക, ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫറസിന്റെ കേസ് അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏതാ പറഞ്ഞത്, ഹാലജൻ, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആയിട്ടുള്ള ഇതാണ്, ഓർമ്മയുണ്ടോ, നമ്മുടെ HCl(O4) ഒക്കെ പറഞ്ഞിട്ട് ഓക്സിഡേഷൻ നമ്പർ കൂടുന്തോറും അസിഡിക് ക്യാരക്ടർ കൂടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്സിഡേഷൻ നമ്പർ കൂടുന്തോറും അസിഡിക് ക്യാരക്ടർ കൂടുന്നൊക്കെ പറഞ്ഞിട്ടേ, പിന്നെ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ആരുടെയൊക്കെയാണ് ഹാലജൻ ഗ്രൂപ്പ്സിന്റെ, അത് മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് അല്ല, അതുമായി ബന്ധപ്പെട്ട അടുത്ത വലിയ ഇതിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ആ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തത് H3PO2, എന്താ വിളിക്കുക, H3PO2 വിളിക്കുന്ന പേരാണ് ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്. എന്താ വിളിക്കുന്നത്, ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്. പേരുകൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്, ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്സ്. ഇനി അടുത്തത് H3PO3. H3PO3 എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് ഫോസ്ഫറസ് ആസിഡ്. വിളിക്കുന്നത് ഫോസ്ഫറസ് ആസിഡ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ഓർത്തോ ഫോസ്ഫറിക് ആസിഡ്. എന്താ വിളിക്കുന്നത്,
ഓർത്തോ ഫോസ്ഫറിക് ആസിഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇയാളെ. എന്താ വിളിക്കുന്നത്? ഓർത്തോ ഫോസ്ഫറിക് ആസിഡ് അഥവാ ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇയാളെ നമ്മള്. ഈ ഓർത്തോ എന്ന് പറഞ്ഞ പേര് വരാനുള്ള കേസ് ഇതാണ്, ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങളുടെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് അറിയാം, സെൻട്രലായിട്ട് ഏതാണ്? ഫോസ്ഫറസ് ആണ്. അപ്പോ ഇങ്ങനത്തെ ഫോമിൽ സെൻട്രൽ ആറ്റവും ഹൈഡ്രോക്സൈഡ് OH ത്രൈസ്. ശ്രദ്ധിക്കത് വീക്ക് ആസിഡ് ആണ്. ഇതൊക്കെ സ്ട്രോങ് ആസിഡ്സ് അല്ല, ഇതൊക്കെ വീക്ക് ആസിഡ്സ് ആണ്. ഞാൻ ഈ പറയുന്ന കേസൊക്കെ വീക്ക് ആസിഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നമുക്കറിയാലോ ആസിഡ് ബേസ് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചാണ്. ലൂയിസ് ആസിഡ് ബേസ്, ഇലക്ട്രോൺ പെയർ കൺസെപ്റ്റ്, ദെൻ ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റ് ഒക്കെ പഠിച്ചാണ്. H+ അയോൺസ് അത് H+ ആയിട്ട് വിട്ടു കൊടുക്കുന്ന H+ അയോൺസ് സ്വീകരിക്കുന്ന അങ്ങനെ കേസൊക്കെ പഠിച്ചാ. അപ്പോൾ ഏകദേശം ഈ ഫോമിലുള്ള ഈ ഫോമിൽ സെൻട്രൽ ആറ്റവും, ശ്രദ്ധിക്കുക, സെൻട്രൽ ആറ്റവും OH ത്രൈസ് ഇങ്ങനെയുള്ള ഫോമിലുള്ള ആസിഡ്സിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓർത്തോ. അപ്പൊ ഇയാൾ വിളിക്കുന്ന പേരാണ് ഓർത്തോ ഫോസ്ഫറസ് ആസിഡ്. കാരണം H3PO3 എനിക്ക് വേണമെങ്കിൽ സെൻട്രൽ ആറ്റം P ആണ്. ഇവിടെ സെൻട്രൽ ആറ്റം P ആണ്. ഇനി എഴുതാൻ പറ്റും POH ത്രൈസ് എഴുതാൻ പറ്റും. എന്താണ് P എന്താണ് OH ത്രൈസ് എഴുതാൻ പറ്റും. അത് കറക്റ്റ് അല്ലേ? നോക്കി നോക്ക്, 3 ഓക്സിജൻ 3 ഹൈഡ്രജൻ, POH ത്രൈസ്. ഓക്കെ, ഇറ്റ്സ് ഓർത്തോ ഫോസ്ഫറസ് ആസിഡ്. ഇനി അതുപോലെ തന്നെ എനിക്ക് ബോറിക് ആസിഡ് ഓർമ്മയുണ്ടോ? ബോറിക് ആസിഡ് നമ്മൾ 13ാമത്തെ ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് ബോറിക് ആസിഡിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ H3BO3 ഓർമ്മയുണ്ടോ? H3BO3 നമുക്ക് ഇതിനെ ഇയാൾ വിളിക്കാൻ പറയുന്നത് ഓർത്തോ ബോറിക് ആസിഡ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാൻ പറ്റും? ഓർത്തോ ബോറിക് ആസിഡ്. എങ്ങനെ ഓർത്തോ ബോറിക് ആസിഡ് വിളിക്കുക? ഓർത്തോ ബോറിക് ആസിഡ് ബോറോൺ സെൻട്രൽ ആറ്റം OH ത്രൈസ്. മനസ്സിലായോ? അപ്പൊ ഈ ഫോമിലുള്ള ഏകദേശം MOH ത്രൈസ്, M എന്ന് വെച്ച് സെൻട്രൽ ആറ്റം ആണ്, OH ത്രൈസ് വെച്ച് ആ ഫോമിലുള്ള ഏതൊരു ആസിഡിനെ നമുക്ക് വിളിക്കാം ഓർത്തോ എന്ന് പറഞ്ഞ ഒരു പ്രിഫിക്സ് നമുക്ക് ചേർക്കാം. എന്താണ്? ഓർത്തോ പറഞ്ഞ പ്രിഫിക്സ് ചേർക്കാം. ഓക്കെ, ഇനി ഓർത്തോയിൽ നിന്നും ശ്രദ്ധിക്കുന്നത്, ഓർത്തോയിൽ നിന്നും ഏകദേശം ഒരു H2O പോയി കഴിഞ്ഞാൽ, എന്താണ്? ഓർത്തോയിൽ നിന്നും ഒരു H2O പോയി കഴിഞ്ഞാൽ അത് മെറ്റായി എന്തായി മാറി? മെറ്റ എന്ന് പറഞ്ഞ പ്രൊണൗൺസിയേഷൻ ആയി എന്തായി മാറി? മെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുന്നത് പ്രൊണൗൺസിയേഷൻ ആയിട്ട് മാറി. എന്താ പറയുന്നത്? മെറ്റ. ക്ലിയർ ആണോ? അപ്പൊ H3PO3 നിന്ന്, അതായത് POH ത്രൈസിൽ നിന്നും എന്താ പറയുന്നത് ഒരു എന്ത് പോയി കഴിഞ്ഞാൽ എന്ത് പോയി കഴിഞ്ഞാൽ ഒരു H2O. അപ്പൊ ഓർത്തോയിൽ നിന്നും H3PO3 നിന്നും ഒരു H2O പോയി കഴിഞ്ഞാൽ ആ ആസിഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. മെറ്റ ആസിഡ്സ്, മെറ്റയാണ് പ്രിഫിക്സ് വരിക. ബാക്കി അതിന്റെ പേരെന്താണോ അതിനനുസരിച്ച് വരും. ഓക്കെ, മെറ്റ ആസിഡ്സ് എന്ന് വിളിക്കും. ഇപ്പോ ഇതിനെന്താ പറയുക? H3 നിന്ന് 2 ആറ്റം പോയാൽ ഇത്ര വരും H അല്ലെ? ഫോസ്ഫറസ് ഇല്ല, 3 ഓക്സിജൻ 1 ഓക്സിജൻ പോയി കഴിഞ്ഞാൽ 2 ഓക്സിജൻ. അപ്പൊ HPO2 എന്താ വിളിക്കുന്നത്? HPO2 എന്ന് പറഞ്ഞ ആസിഡ് ഉണ്ട് വെച്ചാൽ ആ ആസിഡിനെ നമുക്ക് എന്ത് വിളിക്കാന്ന് പറയുന്നത്? മെറ്റ ആസിഡ്സ് എന്ന് വിളിക്കാന്ന് പറയുന്നത് മെറ്റ ആസിഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അതേപോലെ മറ്റൊരു പ്രിഫിക്സ് ആണ് പൈറോ എന്ന് വിളിക്കുന്നത്. പൈറോ. അപ്പൊ എന്താ വിളിക്കുക? ഒരു ഓർത്തോ ആസിഡിൽ നിന്നും H2O പോയി കഴിഞ്ഞാൽ എന്താ കിട്ടി? മെറ്റ ആസിഡ് കിട്ടി. ഓക്കെ, ഇനി അതേപോലെ തന്നെ രണ്ട് ഓർത്തോ ആസിഡിൽ നിന്നും ഓർത്തോ ആസിഡ് എന്ന് വെച്ചാൽ MOH ത്രൈസ് ഈ ഫോമിൽ നിൽക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് ഓർത്തോ ആസിഡ്. അപ്പോൾ രണ്ട് ഓർത്തോ ആസിഡിൽ നിന്നും H2O, ശ്രദ്ധിക്കുക, രണ്ട് ഓർത്തോ ആസിഡിൽ നിന്നും എന്താ പറയുന്നത് H2O പോയി കഴിഞ്ഞാൽ അയാളെ വിളിക്കുന്ന പേരാണ് എന്തോ അറിയപ്പെടുന്നത്? പൈറോ ആസിഡ്സ്. എന്താ വിളിക്കുന്നത്? പൈറോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താ പ്രൊണൗൺസിയേഷൻസ് ആണ്. പ്രൊണൗൺസിയേഷൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. കാരണം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ ആസിഡ്സിന്റെ ഫോക്സി ആസിഡിന്റെ പേരുന്ന സമയത്ത് അവിടെ മെറ്റ, പൈറോ, ഓർത്തോ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഏത് ആസിഡാണ് നിങ്ങളിപ്പോൾ പറയുന്ന മെറ്റ ആസിഡ്സ് പറയാണ്. നിങ്ങളോട് മെറ്റ ആസിഡുകൾ കണ്ടുപിടിക്കാൻ പറയാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാന്ന് പറയുന്നത് നോട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പൊ ആസിഡുകളുടെ പേര് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേപോലെ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് ഫോസ്ഫറസിന്റെ ഓക്സൈഡുകൾ. ആ ഫോസ്ഫറസിന്റെ ഓക്സൈഡുകൾ ഇമ്പോർട്ടന്റ് ആണ് പറയാനുള്ള കാരണം ആ ഫോസ്ഫറസിന്റെ ഓക്സൈഡുകളെ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഫോസ്ഫറസിന്റെ ഓക്സൈഡുകളെ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഓക്സി ആസിഡ്സ് ഉണ്ടാക്കാൻ പറ്റും? അത് രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് റിയാക്ഷനെ പഠിക്കാറുള്ളൂ. രണ്ട് റിയാക്ഷൻ നോട്ട് ചെയ്ത് വെക്കുക. ആ രണ്ട് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതായത് P4O6 ഇതാണ് ഫോസ്ഫറസിന്റെ ഒരു ആസിഡ്. എന്താണ്? P4O6 ഓക്സൈഡ്. ഇത് കോൾഡ് തണുത്ത വെള്ളവുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിനെ ഹൈഡ്രോളിസിസ്, ഈ ഓക്സൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓക്സൈഡിനെ ഹൈഡ്രോളിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ശ്രദ്ധിക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H3PO3 എന്ന് വെച്ചാൽ ഫോസ്ഫോറസ് ആസിഡ്. എന്താ പറയുന്നത്? ഫോസ്ഫോറസ് ആസിഡ് എന്ന് വിളിക്കുന്നത് H3PO3 അല്ലെങ്കിൽ ഓർട്ടോ ഫോസ്ഫോറസ് ആസിഡ്. ഓക്കെ, ഇനി ഈ നമ്മുടെ ഈ ഫോസ്ഫറസിന്റെ ഓക്സൈഡ് തന്നെ എന്താ പറയുന്നത്, വീണ്ടും ഹോട്ട് H2വുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ചൂടുള്ള വെള്ളവുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫോസ്ഫോറിക് ആസിഡ് കിട്ടും. എന്താ കിട്ടുക എന്ന് പറയുന്നത്? ഫോസ്ഫോറിക് ആസിഡ് കിട്ടും പ്ലസ് ഫോസ്ഫീൻ. ഫോസ്ഫീന്റെ പ്രിപ്പറേഷൻ നോട്ട് ചെയ്ത് വെക്കാം. ഫോസ്ഫീന്റെ പ്രിപ്പറേഷൻ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ, കാരണം എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഫോസ്ഫീന്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു ഫോസ്ഫറസിന്റെ ഓക്സൈഡ് കോൾഡ് വാട്ടറുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നത് കിട്ടും എന്ന് പറയുന്നത് ഫോസ്ഫോറസ് ആസിഡും കിട്ടും. ദെൻ ഈ ഫോസ്ഫറസിന്റെ ഓക്സൈഡ് തന്നെ വീണ്ടും ഹോട്ട് വെള്ളവുമായി, ചൂടുള്ള വെള്ളവുമായി പ്രവർത്തിച്ചാൽ ഫോസ്ഫോറിക് ആസിഡും കിട്ടും. ഇത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ചോദ്യമാണ് ഈ ചോദ്യം. ഓക്കെ, അതായത് P4 പ്ലസ് ഫോസ്ഫറസിന്റെ ഓക്സൈഡ് പ്ലസ് കോൾഡ് H2O ഗീവ്സ് ഡാഷ്. താഴെ തന്നിരിക്കുന്നതിന് ചൂസ് ചെയ്താണ് കറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. 2012 നീറ്റ് എക്സാമിൽ ചോദിച്ചുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ക്ലിയർ ആണ് പറഞ്ഞത്? അപ്പൊ മനസ്സിലാക്കണം ഈ ചോദ്യങ്ങളുടെ അർത്ഥവും ഇതൊക്കെ. ഈ രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഏകദേശം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ഡൗട്ട് വല്ലതും ഉണ്ടോ? യെസ് എന്ന് വെച്ചാൽ ഡൗട്ട് ഉണ്ടെന്നാണോ? ക്ലിയർ ആണ്? ഓക്കെ, റെഫ്നഷർ. അപ്പൊ ഇതൊക്കെ നീറ്റ് എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളിലെ ടോപ്പിക്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ നീറ്റ് എക്സാമിൽ ചോദിച്ചാണ്. മറ്റൊരു ടോപ്പിക് ആണ് ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം കളേഴ്സ്. അതായത് നമ്മുടെ നമ്മുടെ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് അല്ല, നമ്മുടെ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്, ഹാലജൻ ഫാമിലിയില് കുറച്ച് ആൾക്കാർ കളറിംഗ് കോമ്പൗണ്ട്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കളറുള്ള ഗ്യാസ് കിട്ടി എന്ന് പറയുകയാണ് വെച്ചാൽ, പ്രൊഡക്റ്റ് ആയിട്ട് കളറുള്ള ഗ്യാസസ് ഇവര് മാത്രമാണ്, കുറച്ച് പേരേ ഉള്ളൂ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവരാണ് കളറുള്ള ഗ്യാസുകൾ. അപ്പൊ ആ കളർ ഗ്യാസ് കിട്ടിയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അതെന്താണ്? ഹാലജൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, കെമിക്കൽ റിയാക്ഷനിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. അത്ര സിമ്പിൾ ട്രിക്ക് അല്ല, അവിടെ ആ കളേഴ്സ് പറഞ്ഞു. ഫ്ലൂറിന്റെ കളർ ലൈറ്റ് യെല്ലോ കളർ. ഫ്ലൂറിന്റെ കളർ എന്താന്ന് പറയുന്നത്? ഫ്ലൂറിൻ കളേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഫ്ലൂറിൻ F2 കളർ ലൈറ്റ് യെല്ലോ. ഫ്ലൂറിന്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോ കളർ എന്ന് പറയുന്നത്. അത് ക്ലോറിന്റെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനിഷ് യെല്ലോ കളർ. പച്ച കളർ എന്നാണ് അറിയാം മലയാളത്തിൽ. ഗ്രീനിഷ് യെല്ലോ കളർ. ബ്രോമിന്റെ കളർ റെഡിഷ് ബ്രൗൺ. അടുത്തത് ഏതാണ്? അയോഡിന്റെ കളർ. ശ്രദ്ധിക്കുന്നത് അയോഡിന്റെ കളർ എന്ന് പറയുന്നത് ഡീപ്പ് വയലറ്റ്. അപ്പൊ ഈ കളേഴ്സ് നമ്മുടെ ഹാലജൻ ഫാമിലിയിലുള്ള കളേഴ്സിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആ കളേഴ്സിനെ കുറിച്ചിട്ട്, ആ കളേഴ്സ് ചിലപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ കളർ കോമ്പൗണ്ട് ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞത് NO2 ഓർമ്മയുണ്ടാവും? നമ്മൾ പറഞ്ഞാൽ നൈട്രജൻ ഡയോക്സൈഡ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈട്രജന്റെ ഓക്സൈഡ്സിൽ അതെന്താണ് കളർ ഉണ്ടാക്കുന്നത്? ബ്രൗൺ കളർ ഉണ്ടാക്കുന്ന ഗ്യാസ് ആണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ മാറിപ്പോയത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആ കളേഴ്സ് ഓഫ് കോമ്പൗണ്ട്സ്, കളേഴ്സ് ഓഫ് ഗ്യാസുകളുടെ കളേഴ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എക്സാമിന് റിയാക്ഷൻസിന്റെ പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് അത് ഉപകരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് എല്ലാം ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ? ഇല്ല. ഇനി
ഇനി നമുക്ക് ആ പി ബ്ലോക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പി ബ്ലോക്സിന്റെ ടോപ്പിക്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഒക്കെ ഒരുവിധമുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി മറ്റൊരു സെക്ഷനാണ് വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ബ്ലീച്ചിങ് പൗഡർ. വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ പഠിച്ച ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടതാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല എന്താണ്. ബ്ലീച്ചിങ് പൗഡർ നോട്ട് ചെയ്ത് വെക്കുക. എന്താ ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല? ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല എന്താ? ഫോർമുല എന്താണ്? CaOCl ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ ഇതാക്കുക എന്ന് പറയുന്നത്? ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ എന്ത് കടത്തിവിട്ടാൽ ക്ലോറിനേഷൻ നടത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബ്ലീച്ചിങ് പൗഡർ കിട്ടും. കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ടാൽ നമുക്ക് എന്താ ബ്ലീച്ചിങ് പൗഡർ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരാളുടെ ഫോർമുല കൂടി നോക്കിയിട്ട് വെക്കുക. ഫോസ്ജീൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഫോസ്ജീനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഫോസ്ജീൻ കേട്ടിട്ടില്ലേ? ഇവിടെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററായി പഠിച്ചുള്ള ഫോസ്ജീൻ പറഞ്ഞ ഒരു സംഭവം അല്ലേ? ഇറ്റ്സ് എ പോയിസണസ് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. പഠിച്ചോ? ക്ലോറോഫോം തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കുന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ ഫോസ്ജീനെ കുറിച്ചിട്ട്? അപ്പോൾ ഫോസ്ജീൻ എന്ന് പറഞ്ഞാൽ ഫോർമുല നോക്കിയിരിക്കുക. ഫോസ്ജീന്റെ ഫോർമുല COCl2. ഇത് ചോദിച്ചത് ഇതൊക്കെ ഫോർമുല ചോദിച്ചതാണ്. കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്ന ഏതാണ് ഫോസ്ജീൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഫോർമുലാസ് ഒക്കെ എന്ത് ചെയ്യുന്ന പറയുന്നത് എന്താ നോട്ട് ചെയ്യുക? എന്തെങ്കിലും പറയാനുണ്ടോ? കൈ പൊക്കിയോ ഒരാള്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് പേടി? എനിക്കറിയാം. അയാൾ കൈ പൊക്കി, അതുകൊണ്ട് ചോദിച്ചത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. Which of the following മൈക്കാണ് ക്വസ്റ്റ്യൻ ആണ്. Which of the following molecule which of the following does not give oxygen on heating? Does not gives oxygen on heating. അതായത് നമ്മളൊരു ഇയാളെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടാത്ത ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജൻ കിട്ടാത്ത ആള് ആരാണ്? ജസ്റ്റ് നിങ്ങൾ പഠിച്ചൊരു കാര്യം ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് ആണ് A KClO3 A. ഇനി B ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? B ഓപ്ഷൻ എന്ന് പറയുന്നത് NH4 twice Cr2O7 അമോണിയം ഡൈക്രോമേറ്റ്. C ഓപ്ഷൻ C എന്ന് പറയുന്നത് K2Cr2O7 പൊട്ടാസ്യം C K2Cr2O7. D ZnClO3 twice. ഇതാണ് ചോദ്യങ്ങൾ കേട്ടോ. ഇതാണ് എന്താ പറയുന്ന ഓപ്ഷൻസ്. ഏതാ കറക്റ്റ് ആൻസർ വരിക നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചാണെന്നത് കറക്റ്റ് ആൻസർ ഏതാ വരിക? കറക്റ്റ് ആൻസർ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാ വരിക? നമ്മൾ പഠിച്ചതല്ലേ കേസ്? ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഇത് പഠിച്ചല്ലേ? ഇതിലാകെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മള് ഈ നോക്കി നോക്ക്, KClO3 നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കാൻ. ഇതൊക്കെ ഓക്സിജൻ കിട്ടും.
The KClO3 heat ചെയ്ത് കഴിഞ്ഞാൽ laboratory preparation of oxygen. ഓക്സിജനെ laboratory prepare ചെയ്യാൻ വേണ്ടി മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് KClO3 എന്ന് പറയുന്നത്. ഓക്കെ, അമോണിയം ഡൈക്രോമേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? വെറും നൈട്രജൻ, ഡൈ നൈട്രജന്റെ പ്രിപ്പറേഷൻ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുള്ള ചോദ്യമാണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ which of the following question മാറ്റാം. Which of the strongest acids 2013 ചോദിച്ച acids of the following. ഇത് ഏതൊക്കെയാണ് ആസിഡ്സ്? സ്ട്രോങ് ആസിഡ്സ് കേട്ടോ. A HClO4, B H2SO3, Z H2SO4, D H2 ഏതാണ് സ്ട്രോങ് ആസിഡ്? ഏതാ കറക്റ്റ് ആൻസർ? ഇപ്പൊ പല ആൾക്കാരും പറയും ഏതാ ആൻസർ? ഞാൻ പറയാം, കമന്റ് ചെയ്താൽ മതി ഓപ്ഷൻസ്. ബി എന്ന് പറയുന്നത് H2SO3 ആണോ? പലരും H2SO3 പഠിച്ചു പറഞ്ഞിട്ടുണ്ട്. സി, ഓക്കെ, സി ആണ് മോസ്റ്റ് പേര് പറയുന്നത്. സി സൾഫ്യൂരിക് ആസിഡ്. പക്ഷേ ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ്, നമ്മുടെ തിയററ്റിക്കലി നമ്മുടെ സ്ട്രക്ചേഴ്സ് സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ് സമ്മതിച്ചു, ദ കിങ് ഓഫ് കെമിക്കൽസ് ആണ് സമ്മതിച്ചു. പക്ഷെ നമ്മുടെ തിയറി പ്രകാരം നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇവിടെ ക്ലോറിൻ, ഇവിടെ ഉള്ള സെൻട്രൽ ആയിട്ട് ഏതാണ്? ക്ലോറിന്റെ ഓക്സി ആസിഡ്സും മറ്റൊന്ന് എന്താണ്? സൾഫറിന്റെ ഓക്സി ആസിഡ്സ് ആണ്. ഓക്കെ, ഇവിടെ രണ്ട് പെയേഴ്സ് ഉള്ളത്, ഒന്ന് ക്ലോറിന്റെ ഓക്സി ആസിഡ്സും മറ്റൊന്ന് സൾഫറിന്റെ ഓക്സി ആസിഡ്സ് ആണ് ഉള്ളത്. അപ്പൊ സൾഫർ, ക്ലോറിൻ സൾഫർ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? H+ അയോൺസിനെ വിട്ടുകൊടുക്കുക ആണോ അല്ലേ? ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? H+ അയോൺസിനെ വിട്ടുകൊടുക്കുന്ന, ഏറ്റവും പെട്ടെന്ന് H+ അയോൺസിനെ വിട്ടുകൊടുക്കുന്ന ആളാണ് ഇറ്റ്സ് എ ഗുഡ് ആസിഡ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. ഇവിടെ ക്ലോറിൻ എന്ന് പറഞ്ഞ ആള്, സൾഫർ എന്ന് പറഞ്ഞ ആള്, നമുക്കറിയാം ക്ലോറിൻ എന്ന് പറഞ്ഞ ആളിന്, ശ്രദ്ധിക്കുക, ക്ലോറിൻ എന്ന് പറഞ്ഞ ആളിനും സൾഫർ എന്ന് പറഞ്ഞ ആളിനും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ക്ലോറിന് എന്തിന് താല്പര്യമില്ല? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആൾക്ക് തീരെ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് ആര് പറയുന്നത്? ക്ലോറിൻ. മനസ്സിലാവും? തീരെ താല്പര്യമില്ല ക്ലോറിന്. പക്ഷെ സൾഫറിനാണ്, സൾഫർ ഇലക്ട്രോണൊക്കെ വിട്ടുകൊടുക്കും. മനസ്സിലാവുണ്ടോ? ക്ലോറിൻ തീരെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾ ആര് പറയുന്നത്? ക്ലോറിൻ. പക്ഷെ ഇവിടെ വേറൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ക്ലോറിൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുണ്ടോ? ക്ലോറിൻ ഇത് താല്പര്യം ഇല്ല, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക ഇത് താല്പര്യമില്ല. പക്ഷെ ക്ലോറിൻ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ചെയ്ത പരിപാടി അത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഈ ക്ലോറിൻ എന്ന് പറഞ്ഞ ആൾക്കാണ് ശരിക്കും പറഞ്ഞ എന്ത് പറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക. അപ്പൊ ക്ലോറിനാണ് ഇലക്ട്രോണോട് ഇത്ര ആക്രാന്തം, അല്ലെങ്കിൽ ക്ലോറിന് ഇലക്ട്രോണോട് എന്താണ്? ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമായതുകൊണ്ട് ക്ലോറിൻ പെട്ടെന്ന് H+ അയോൺസ് പോവില്ല എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? ഈ ക്ലോറിന്റെ ആസിഡ്സിലാണ്. മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞ് ക്ലിയർ ആവുണ്ടോ? സൾഫറിന്റെ ആസിഡ്സ് ഉണ്ട്, സൾഫറിന്റെ ഓക്സി ആസിഡ്സ് ഉണ്ട്, ക്ലോറിന്റെ ഓക്സി ആസിഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസിഡിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ക്ലോറിന്റെ ഓക്സി ആസിഡ്സ് ആണ്. വൈ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ക്ലോറിന്റെ ഓക്സി ആസിഡ്സിന് ശ്രദ്ധിക്കുക, ക്ലോറിന്റെ ഓക്സി ആസിഡ്, ക്ലോറിൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. ക്ലോറിൻ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ പെയറിനെ മാക്സിമം ക്ലോറിൻ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അങ്ങനെ ഹൈഡ്രജന്റെ ബോണ്ട് വീക്ക് ആവും. ഹൈഡ്രജന്റെ ബോണ്ട് വീക്ക് ആയിട്ട് പെട്ടെന്ന് H+ അയോൺസ് ആയിട്ട് പോകാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? മനസ്സിലാവുണ്ടോ? ഈ ക്ലോറിൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്തിന് താല്പര്യമില്ല? അപ്പൊ എന്താ പറയുക? ക്ലോറിന്റെ ഈ ബോണ്ടാണ് ശരിക്കും പറഞ്ഞ വീക്ക് ബോണ്ട്, പെട്ടെന്ന് H+ ആയിരുന്നു. അപ്പൊ ഇത് 2 ക്ലോറിൻ ഉണ്ട് ഇല്ലേ? 2 ക്ലോറിൻ ഉണ്ട്.
ഉണ്ടോ? അപ്പൊ സൾഫറിനെ നമ്മൾ ഒഴിവാക്കി, സൾഫറിനെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി. കാരണം സൾഫറും ക്ലോറിൻ എടുത്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ക്ലോറിന്റെ ഇലക്ട്രോണിന് ആക്രാന്തമാണ്. ക്ലോറിൻ എന്ത് ചെയ്യും, പെട്ടെന്ന് ഈ ഹൈഡ്രജൻ ഇലക്ട്രോണിനെ പരമാവധി അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് വീക്കാവും, പെട്ടെന്ന് H+ അയൻസ് വിട്ടുകൊടുക്കും. ഇപ്പൊ 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ 2 ക്ലോറിനുള്ള ആസിഡ്സിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുക ഓക്സിഡേഷൻ നമ്പർ. ഏറ്റവും കൂടുതൽ ഹയർ ഓക്സിഡേഷൻ നമ്പർ ആർക്കാണ്? ഇറ്റ്സ് എ സ്ട്രോങ് ആസിഡ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഹയർ ഓക്സിഡേഷൻ. ഈ 2 ക്ലോറിനുള്ള ആസിഡിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ആരാണോ, ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് ആരാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനോട് എന്ത് ചെയ്യുക, താല്പര്യം. ഇലക്ട്രോണിനോട് താല്പര്യം. ഓക്കെ, ഇവിടെ എത്ര വരിക? +1 x. ഓക്കെ, മൈനസ് എത്ര കിട്ടും? 6. ഇവിടെ +5 കിട്ടുക ഓക്സിജൻ സ്റ്റേറ്റ് ക്ലോറിൽ. ഇവിടെ HCl3 ക്ലോറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +5 കിട്ടുക. ഇവിടെ ഏകദേശം കിട്ടുക 8. എത്ര കിട്ടുക? ഇവിടെ +1, ഇവിടെ +7 കിട്ടുക. ഇയാളെ 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് ഈ ക്ലോറിൻ ഈ ആസിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് ഈ ക്ലോറിൻ ഈ ആസിഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇയാൾക്കായിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രോണിനോട് താല്പര്യം ഉണ്ടാക്കി. ഈ ഇലക്ട്രോണിനോട് ഏറ്റവും കൂടുതൽ ആക്രാന്തം ആയിരിക്കും ഈ ക്ലോറിന്റെ ആസിഡിനായിരിക്കും. അപ്പൊ കറക്റ്റ് ആൻസർ കേട്ടോ ഓപ്ഷൻ എ ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഏറ്റവും സ്ട്രോങ് ആസിഡ് എന്താ വരിക? ഏറ്റവും സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞ് ക്ലോറിൻ സൾഫർ എടുത്ത ക്ലോറിൻ ഒന്നുകൂടി പറയൂ. ഓക്കെ, പറയുന്ന കേസ് ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന കേസ് ഇത്രേ ഉള്ളൂ. ക്ലോറിൻ സൾഫർ 2 ഓക്സി ആസിഡ്സ് ആണ്. ക്ലോറിന്റെയും സൾഫറിന്റെയും ഓക്സി ആസിഡ്സ് ആണ്. അപ്പോൾ ഈ ക്ലോറിനും സൾഫറും നമ്മൾ എടുത്ത് കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്ലോറിൻ ആണ്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ എന്താ ചെയ്യുക? ഇലക്ട്രോൺ പെയറിനെ നന്നായിട്ട് തൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺ പെയറിനെ നന്നായിട്ട് തൻ്റെ അടുത്തേക്ക് വലിക്കും. അപ്പൊ ഈ ക്ലോറിൻ എന്ത് ചെയ്തു? ഈ തൻ്റെ അടുത്തുള്ള ഹൈഡ്രജന്റെ ഇലക്ട്രോൺ പെയറിനെ നന്നായിട്ട് തൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിച്ചു. അതായത് ഈ ഹൈഡ്രജന്റെ ഈ ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ നന്നായിട്ട് പിടിച്ചു വലിച്ചു. അങ്ങനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഈ ബോണ്ട് എന്ത് ചെയ്യും? വീക്ക് ബോണ്ട് ആയിട്ട് മാറും. പെട്ടെന്ന് H+ അയൻസിനെ വിട്ടുകൊടുക്കും. ഓക്കെ, അതുകൊണ്ട് സൾഫറും ക്ലോറിനും എടുത്ത ഏറ്റവും സ്ട്രോങ് ആസിഡ് ഏതാണ്? ക്ലോറിന്റെ ഓക്സി ആസിഡ്സ് ആണ്. ക്ലോറിന്റെ ഓക്സി ആസിഡ്സ് ആണ് സൾഫറും ക്ലോറിനും എടുത്താൽ. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? നന്ദന പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, ഇനി ഇവിടെ 2 ക്ലോറിന്റെ ആസിഡ്സ് ഉണ്ട്. 2 ക്ലോറിന്റെ ആസിഡ്സ് ഉണ്ട് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ഓക്സിജൻ സ്റ്റേറ്റ് ഏത് ക്ലോറിനാണോ അതായിരിക്കും ഇറ്റ്സ് എ ഗുഡ് ആസിഡ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ സ്റ്റേറ്റ് ഏതാണോ അതാണ് നല്ലൊരു ആസിഡ് എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ചോദ്യം കൂടി ചെയ്യാം നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന്. മറ്റൊരു ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The basic character of the basic character of the basic character of hydrides, the basic character of hydrides character of hydrides okay hydrides 15th group ആണ് hydrides of the 15th groups. Fifteenth groups elements decreasing order കുറഞ്ഞു വരുന്ന ക്രമം decreasing order. A NH3 PH3 arsenic ആണ് എന്ന് പറയുന്നത് ബിസ്മത്ത്.
ഇനി അടുത്തത് ബി NH3, C PH3, D, ഓപ്ഷൻ ഡി ആണ് പറയുന്നത് NH3, SbH3, PH3, ASH3. അപ്പൊ 15ാമത്തെ ഗ്രൂപ്പുകളുടെ എന്താ പറയുന്നത് ബേസിക് ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 15ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ ബേസിക് ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇനി പറയാൻ ശ്രദ്ധിക്കുക. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ബിസ്മത്ത്, ഈ 4 പേരുള്ളത്. നമുക്കറിയാലോ, നമ്മൾ ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ് പറഞ്ഞത് എന്താണ്? ലൂയിസ് ബേസ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺ പെയർസിനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാർ എന്താണ്? ലൂയിസ് ബേസ് ആണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം നൈട്രജൻ എന്ന് പറഞ്ഞ ആള് NH3, PH3, ASH3, SbH3. അപ്പോൾ ഈ 4 പേരുണ്ട്. ഈ 4 പേരിലും ശ്രദ്ധിക്കേണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരിലും ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. എന്താണ്? 4 പേരിലും എന്താ പറയുന്നത്? ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആർസെനിക് ആയിക്കോട്ടെ, ബിസ്മത്ത് ആയിക്കോട്ടെ, ഫോസ്ഫീൻ ആയിക്കോട്ടെ, ഈ 4 പേരുടെ കയ്യിൽ എന്താ പറയുന്നത്? എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺസ് 4 പേരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ 4 പേരുടെ കയ്യിൽ എന്താ പറയുന്നത്? ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? താഴത്തേക്ക് വരും തോറും, അതായത് ഗ്രൂപ്പിൽ താഴത്തേക്ക് വരും തോറും ശ്രദ്ധിക്കുക, ഈ 4 പേരുടെ കയ്യിലും ഇങ്ങനെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ എന്താണ്? ഈ 4 പേരും എന്താണ്? ലൂയിസ് ബേസ് ആണ്. അപ്പൊ ഗ്രൂപ്പില് താഴത്തോട്ട് വരും തോറും ഈ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്ന കുറഞ്ഞ് വരും. കാരണം ഈ ലോൺ പെയർ ഇലക്ട്രോണിനെ ഗ്രൂപ്പില് താഴത്തോട്ട് വരും തോറും എന്ത് ചെയ്യുന്ന വിട്ടുകൊടുക്കാൻ മടിയാവും. ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോൺ പെയർ ഇലക്ട്രോൺസിനെ നമ്മുടെ ഈ ഗ്രൂപ്പില് ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ഈ 15ാമത്തെ ഗ്രൂപ്പിന്റെ ഹൈഡ്രൈറ്റ്സില് എന്താണ്? താഴത്തോട്ട് വരും തോറും, താഴത്തോട്ട് സൈസ് കൂടും തോറും, ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്തോറും സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടുന്തോറും, സെൻട്രൽ ആറ്റത്തിന്റെ എന്താ പറയുന്നത്? സൈസ് കൂടുന്തോറും എന്താ പറയുന്നത്? ഈ ലോൺ പെയർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ എന്താ പറയുന്നത്? വിട്ടുകൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുണ്ടോ? അതായത് കേസ് ശ്രദ്ധിക്കുക, നമ്മൾ മാക്സിമം പഠിച്ചിരിക്കുന്ന കേസുകൾ ശ്രദ്ധിക്കുക. അതായത് മോളിക്യൂളിന്റെ ഷേപ്പ് പഠിച്ചാണ് നമ്മൾ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ലോൺ പെയർ, എല്ലാ ആൾക്കാരുടെ കയ്യിൽ എന്തുണ്ട്? ഓരോ ലോൺ പെയർ വീതം ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. ഈ 4 ഹൈഡ്രൈഡ്സിലുണ്ട്. ഓക്കെ, ഈ 4 ഹൈഡ്രൈഡ്സ് ലൂയിസ് ബേസ് ആണ്. പക്ഷേ ഗ്രൂപ്പില് താഴത്തോട്ട് വരുംതോറും എന്ത് സംഭവിക്കുന്നത്? ഈ ടെൻഡൻസി, ബേസിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ പെയറിനെ വിട്ടുകൊടുക്കാൻ ടെൻഡൻസി എന്ന് വെച്ചാൽ കുറയും. കാരണം വെച്ചാൽ ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുംതോറും, ഈ 15ാമത്തെ ഗ്രൂപ്പില് താഴത്തോട്ട് വരുംതോറും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 15ാമത്തെ ഗ്രൂപ്പില് താഴത്തോട്ട് വരുംതോറും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇയാൾക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺ പെയറിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നതാണ്? കുറയുമെന്നാണ് പറയുന്നത്, ഈ ലോൺ പെയർ ഇലക്ട്രോൺസിനെ. അതുകൊണ്ട് തന്നെ താഴത്തേക്ക് വരുന്നതോറും അത് കുറഞ്ഞ് വരുമെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ബേസിക് ക്യാരക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണത്. ബേസിക് ക്യാരക്ടർ ക്വസ്റ്റ്യൻ പറയുമ്പോൾ താഴത്തേക്ക് വരുന്നതോറും ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നത്? കുറഞ്ഞ് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. എന്താ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. അത് വളരെ പഴയ ക്വസ്റ്റ്യൻ ആണിത്. ഏകദേശം 2002 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, മനസ്സിലാവുന്നത്. പിന്നെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല, ബേസിക് ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഈ ചോദ്യം പിന്നെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ. ഓക്കെ, മനസ്സിലാവുണ്ടോ? പ്രധാനമായിട്ട് അസിഡിക് ക്യാരക്ടർ, ബോയിലിംഗ് പോയിന്റ്, തെർമൽ സ്റ്റെബിലിറ്റി, ദെൻ ഈ കേസസ് ആണ് എന്ത് എക്സാമിൽ പൊതുവായിട്ട് ചോദിക്കാറുള്ളത്. ക്ലിയർ ആണോ പറഞ്ഞത്?
ഇനി നമ്മുടെ ഹാലജൻ കോമ്പൗണ്ട്സ്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിന് 2-3 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതോറും അസിഡിറ്റി കൂടും, തെർമൽ സ്റ്റെബിലിറ്റി കൂടും. അതേപോലെ മറ്റൊരു പോയിന്റ് റെഡ്യൂസ്, എന്താണ് ഓക്സിഡൈസിങ് പവർ എന്ത് ചെയ്യും, കുറയും. ആ ഒരു പോയിന്റ് കൂടി 3 നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് നമ്മുടെ ഹാലജൻസ്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്തോറും തെർമൽ സ്റ്റെബിലിറ്റി, അസിഡിറ്റി കൂടും. ഓക്സിഡേഷൻ ചെയ്യാനുള്ള പവർ, ഓക്സിഡൈസിങ് പവർ എന്ത് ചെയ്യുന്ന വളരെയധികം കുറയും. ഈ 4 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം അവിടെ നിന്ന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം പി ബ്ലോക്സിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഒക്കെ എഴുതാനൊക്കെ കഴിഞ്ഞു. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് പറയുന്നത് 15ാമത്തെ ഗ്രൂപ്പ് ഫാമിലിയിൽ 16, 17, 18. ഇനി 18ാമത്തെ ഗ്രൂപ്പൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് സ്ട്രക്ചറാണ് ചോദിക്കുക. XCF4 സ്ട്രക്ചറും ആ ഒരു ബോണ്ട് പെയർ, ലോൺ പെയർ ഒക്കെ അല്ലേ, ആ കേസാണ് എവിടെ ചോദിക്കുക, നമ്മുടെ അവിടെ ചോദിക്കുന്നത് 18ാമത്തെ ഗ്രൂപ്പ് നോബിൾ ഗ്യാസ് ഫാമിലിയിലൊക്കെ ചോദിക്കാൻ സാധ്യത ചോദ്യങ്ങൾ. ഓക്കെ, അവിടെ നിന്നൊക്കെ അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ ബോണ്ടിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഇത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിലെ പി ബ്ലോക്ക് എലമെന്റ്സ് ക്ലിയർ ആണോ പറഞ്ഞത്? സെക്കൻഡ് ഇയറിലെ പി ബ്ലോക്ക് എലമെന്റ്സ് ശരിക്കും പറഞ്ഞതാണ്, ശരിക്കും ആപ്ലിക്കേഷൻ തന്നെയാണ്. ക്ലിയർ? ഞാനിപ്പോൾ പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? ഇപ്പം ഇത്രയും പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ശ്രദ്ധിക്കാം, ഇന്റർ ഹാലജൻ മോസ്റ്റ്ലി ഇന്റർ ഹാലജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട്സ് ഓക്സിഡൈസിങ് പവർ ആണ് കുറയുന്നത് കേട്ടോ. ഓക്സിഡൈസിങ് പവർ ആണ് കുറയുന്നത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിൽ. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് കഴിഞ്ഞാൽ 2 ഹാലജൻ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് എന്ത് പറയുക, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് പറയുന്നത്. അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇപ്പോൾ ഒരു കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത്, ഇപ്പോൾ NaCl എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത് പോസിറ്റീവ് ക്യാരക്ടർ ഉള്ളത്, അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റം ആദ്യവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റം എന്താ പറയുന്നത് അവസാനമാണ് എഴുതുന്നത്. അപ്പോൾ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണെച്ചാലും അതേ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണെച്ചാലും അതേ കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുന്നതോറും സംഭവിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്ന അറിയാം. ഇപ്പോൾ ഫ്ലൂറിനും ക്ലോറിനും തമ്മിൽ കോമ്പൗണ്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ, ക്ലോറും തമ്മിൽ കോമ്പൗണ്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ടാണ് ClF3 എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഓക്കെ, അതൊരിക്കലും എന്ത് ചെയ്യാറില്ല, F3Cl എഴുതാറില്ല. കാരണം തെറ്റാണ്. കാരണം എന്തുകൊണ്ടാ, നമുക്കറിയാം ക്ലോറിനും ഫ്ലൂറിനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണെഗറ്റിവിറ്റി ആയിരിക്കാണ് ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിൻ അവസാനം എഴുതി, ക്ലോറിൻ ആദ്യം എഴുതി. അപ്പോൾ മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെ പോസിറ്റീവ് ക്യാരക്ടർ പറയുന്നത് ആർക്കാണ്, ക്ലോറിനാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഉള്ളൂ ഫ്ലൂറിൻ നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ അത് നോട്ട് ചെയ്തിരിക്കുന്ന ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിന്റെ ഷേപ്സ് നോക്കി ഞാൻ കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാറുണ്ട് ഒരു ചാപ്റ്റർ നമുക്ക് ഇനി ഒരു അടുത്തത്. അപ്പോൾ ഏകദേശം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇൻഓർഗാനിക്കിൽ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഇത് പറയുന്നത്, ഈ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് എന്താ പറയുന്നത്, ഇപ്പോൾ അത്യാവശ്യം കുറേ തിയറി പറഞ്ഞാൽ കുറച്ച് പ്രോബ്ലം സെക്ഷനിലേക്ക് പോകാൻ വേറെ ഒരു ടോപ്പിക്സിൻ്റെ. ഓക്കെ, വേറെ ടോപ്പിക്കിന്റെ പ്രോബ്ലം സെക്ഷനിലേക്ക് പോകും. ഇനി മറ്റേ ഫസ്റ്റ് ഇയറിലെ പി ബ്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഫസ്റ്റ് ഇയറിലെ പി ബ്ലോക്സ് എലമെന്റ്സ് എന്ന് പറയുന്നത് അതിന് വളരെ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഇത്ര ഏകദേശം 10 വർഷം, ഒരു 10-15 വർഷം മുമ്പ്, ഒരു 10-15-20 വർഷം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ചോദിച്ചിരിക്കുന്ന അതിന് 10-30 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. മനസ്സിലാവുണ്ടോ? അത് പി ബ്ലോക്ക് എലമെന്റ്സേ, നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പി ബ്ലോക്സ് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മാക്സിമം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമൊക്കെയാണ് ചോദിക്കാറുള്ളത്. നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്യും. ഓക്കെ, പി ബ്ലോക്ക് എലമെന്റ്സേ അതിൽ കഴിഞ്ഞ 10-20 വർഷം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ചോദിച്ചിരിക്കുന്ന ഒരു നീറ്റ് എക്സാമിന് ഒരു ചോദ്യം മാക്സിമം ചോദിച്ചിരിക്കുന്നത്, ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് സെക്ഷനല്ല. പക്ഷേ ഇതിന്നൊക്കെ 4 ചോദ്യമൊക്കെയാണ് മാക്സിമം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്നൊക്കെ മാക്സിമം ചോദിച്ചിരിക്കുന്നത് ഈ പി ബ്ലോക്കിനൊക്കെ ചോദിച്ചിരിക്കുന്ന 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യം പറയുമ്പോൾ 4-4 16 മാർക്കൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷൻസ് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ശ്രദ്ധിക്കുക, തിയറി സെക്ഷനിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കിനി ജെയ്ക്കും കീമിനും അങ്ങനെയാണോ സാർ? ജെയ്ക്ക് നമുക്ക് സിലബസ് വ്യത്യാസമുണ്ട്. ജെയ്ക്ക് ചില ചോദ്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയി കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ JEE എക്സാമിന്, ഇപ്പോൾ ഞാൻ നീറ്റ് എക്സാമാണ്, JEE എക്സാമിന് ചില ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റാണ്. ഇതിൽ ഓസോണിൻ്റെ ടോപ്പിക് ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, പറയാൻ മനസ്സിലാവുണ്ടോ? ഓസോണിൻ്റെ ടോപ്പിക്, ഓസോണിൻ്റെ ഫോർമേഷൻ, ഓസോണിൻ്റെ പ്രോപ്പർട്ടീസ്, ഈ ടേംസ് എന്താ JEE എക്സാമിന് ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലാവുണ്ടോ? ഓസോൺ O3 പക്ഷേ നീറ്റ് എക്സാംസ് ഇമ്പോർട്ടൻ്റ് ഇല്ല. കീമിനും ഒരുവിധം, കീം നീറ്റൊക്കെ ഒരുവിധം സിലബസ് സെയിം ആണ്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം നമുക്ക്
ഏകദേശം ടോപ്പിക്സ് ഇനി അടുത്ത ടോപ്പിക് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അടുത്ത ടോപ്പിക്സ് നമ്മൾ എടുക്കുന്ന കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ, സ്ട്രക്ചർ ഓഫ് ആറ്റം ആയിക്കോട്ടെ. ഇതാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ആ പറഞ്ഞ ടോപ്പിക്സ് നമുക്ക് കുറച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഒരുപാടധികം ഫസ്റ്റ് ഇയറിൽ ഒരുപാടധികം നമ്മളെ പ്രോബ്ലം സെക്ഷനിലേക്ക് വരുത്തിയ ഒരാളാണ് ആര് പറയുന്നത്, നമ്മൾ കുറച്ചുണ്ട് ഇതായ ടേംസ് ആണ് ഇത് പറയുന്നത്, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം പറയുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് പോവാം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഒരുപാട് എന്താ പറയുന്നത് കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കൺസെപ്റ്റുകൾ, അതായത് ലൂയിസ് മോഡല്, ലൂയിസ് ഒക്റ്ററ്റ് റൂള്, സോറി നമ്മൾ മാറിപ്പോരാ, വേറെ ഒന്നുമല്ല. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായാലും ബോർ മോഡൽ ഓഫ് ആറ്റം, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, അങ്ങനെ പ്ലാനറ്ററി മോഡൽ, അങ്ങനെ ഒരുപാട് മോഡൽ ഓഫ് ആറ്റംസ്, പിന്നെ ഒരുപാട് തിയറീസും ഒരുപാട് കണക്കുകളും ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ തുടക്കവും ഇതെന്താ വേവ് ഇക്വേഷനും സ്ട്രോഡിഞ്ചർ ഇക്വേഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വാണ്ടം മെക്കാനിസം ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെക്കാനിസമാണ് ഇത് പറയുന്നത് ക്വാണ്ടം മെക്കാനിസം എന്ന് പറയുന്നത്. ഫിസിക്സിൽ ഇപ്പോൾ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് ഡ്യുവൽ നേച്ചറൊക്കെ പഠിക്കാനില്ലേ, അപ്പോൾ അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം നമ്മുടെ ക്വസ്റ്റ്യൻ വെയിറ്റേജ് നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. കാരണം പ്രോബ്ലം സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു സെക്ഷനാണ് ഇത്. ഓക്കെ, പ്രോബ്ലം സെക്ഷൻസ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ചാപ്റ്റേഴ്സ്, ഒന്ന് ഇലക്ട്രോ കെമിസ്ട്രി, ഫിസിക്കൽ, ഞാൻ പറഞ്ഞു കെമിസ്ട്രി പല ടൈപ്പുണ്ടല്ലോ. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ശ്രദ്ധിക്കുന്നത് ഒന്ന് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, സാരി ഇലക്ട്രോ കെമിസ്ട്രി. മറ്റൊന്ന് തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം, രണ്ട് ചാപ്റ്റർ, തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം, ദെൻ ആൻഡ് ദ വൺ ഈസ് സ്ട്രക്ചർ ഓഫ് ആറ്റം, പിന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഈ പ്രോബ്ലം സെക്ഷൻ എന്ന് പറഞ്ഞ ആ ലെവലിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കെമിക്കൽ ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സും. അതിനാണ് മാക്സിമം ചോദിക്കാറുള്ളത് കേട്ടോ, തെർമോഡൈനാമിക്സും കെമിക്കൽ ഇക്വിലിബ്രിയം. ഇന്നൊക്കെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്ന പറയുന്നത് ഏകദേശം ആ ടോപ്പിക്കിലേക്ക് പോവാം. ഏത് നമ്മുടെ ഏകദേശം നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് പോവാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. കാരണം സ്ട്രക്ചർ ഓഫ് ആറ്റം നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്ത് തുടങ്ങേണ്ടത്. കാരണം എളുപ്പമുള്ള ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങാം. നമുക്ക് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങാം. 2014 ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ബെറീലിയം 2+, Be2+, ബെറീലിയം 2+ is isoelectronic with beryllium 2+ is isoelectronic with which of the following atom? Which of the following atoms? Which of the following atoms? Option A H+, option B Li+, option C Na+, option D Mg2+. A simple question. Be2+. ഏതാ കറക്റ്റ് ആൻസർ വരിക? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. നിങ്ങൾക്ക് പറയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നാ. ഓപ്ഷൻസ് വേഗം ചെയ്ത് നോക്ക്. ക്വസ്റ്റ്യൻ കിട്ടിയില്ല നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ കിട്ടിയതല്ലേ? ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? നിങ്ങൾ ഒന്നും കമന്റ് ചെയ്യാത്ത? ബി കറക്റ്റ് ആൻസർ ആണ്. ഇത് എത്ര സമയം എടുത്ത്?
ബി ആണോ എന്ന് ചോദിക്കരുത്. ബി അല്ല മക്കളെ. നോക്കി നോക്ക്, ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4. അതിൽ നിന്ന് B2+ വെച്ച് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് എന്തായി മാറും? ബാക്കി ബെറിലിയത്തിൽ 2 ഇലക്ട്രോൺ. ഓക്കെ. H+, ഹൈഡ്രജന്റെ കയ്യിൽ ആകെ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് H0, 0 ഇലക്ട്രോൺസ്. Li+, ലിഥിയത്തിൽ 3 ഇലക്ട്രോൺസ്, 1 ഇലക്ട്രോൺ വിട്ടു, 2 ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോണുകൾ ഒരേപോലെ വരുന്ന സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോൺ സ്പീഷീസ്. ഇതിന് അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആൻസർ Li+. അപ്പൊ തന്നെ എഴുതാം. ഓക്കെ. ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടേ വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. മനസ്സിലാവണം. അപ്പൊ അതിന് ഇത്ര ടൈം എടുക്കാനും പാടില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. അതായത് അടുത്തൊരു ക്വസ്റ്റ്യൻ, the energies of the energies of E1 and E2. E1 and the energies of E1 and E2 of two radiations are of two radiations are 25 electron volt, 25 electron volt and 50 electron volt, 50 electron volt respectively. The relation between their wavelength that is lambda 1 and lambda 2 will be A, lambda 1 is equal to lambda 2, B, lambda 1 is equal to 2 lambda 2, C, lambda 1 is equal to 4 lambda 2, D, lambda 1 is equal to lambda 2/2. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ആൾക്കാരുടെ എനർജീസ് ആണ് E1 ആൻഡ് E2. ഈസ് ഈക്വൽ ടു, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ഈക്വൽ ടു എനർജി ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചിരിക്കുന്നത്? H nu അല്ല, ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചിരിക്കുന്നത്? H nu. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്ത് കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ ഓക്കെ, ഫാത്തിമ ഫൈറസു. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കുക, എത്ര ഉള്ളൂ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് എനർജി റേഡിയേഷൻസ് പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്നു. ഓക്കെ, അപ്പോൾ E1ഉം E2ഉം എനർജി റേഡിയേഷൻസ് E1 ഉണ്ട്, E2 ഉണ്ട്. രണ്ട് ടൈപ്പ് എനർജി റേഡിയേഷൻസ് ഉണ്ട്. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്? H nu എന്നാണ്.
ഓക്കെ ഈസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ. ദെൻ ന്യൂ ഈസ് ഈക്വൽ ടു നമ്മുടെ സാധാരണ വേവ് കാണിച്ചത് എച്ച് സി ബൈ ലാംഡ എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ സി എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ്, ലാംഡ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നത് 1. ഓക്കെ ഇനി അവിടെ എനർജി റേഡിയേഷൻ ഇലക്ട്രോൺ വോൾട്ടിൽ നമുക്ക് എന്താണ് എനർജി റേഡിയേഷൻ വന്നിട്ട് എനർജി എത്ര ഒന്ന് 25 മറ്റൊന്ന് 15 റേഷ്യോ ഉണ്ട്. അപ്പോൾ ഈ സീക്വൽ ടു E1 സീക്വൽ ടു എച്ച് കോൺസ്റ്റന്റ് ആണ്, സി കോൺസ്റ്റന്റ് ആണ്, ലാംഡ 1. എച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അറിയാം 6.6 × 10⁻⁻⁻, അത് നമുക്ക് അറിയാലോ. ഓക്കെ ഇത് അതേപോലെ തന്നെ എന്താ പറയുക ലാംഡ സി എന്ന് വെച്ചാൽ എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. വാക്വത്തിലെ സ്പീഡ് ഓഫ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ E2 സീക്വൽ ടു എന്താ വരിക അതേപോലെ തന്നെ എച്ച് എന്ത് പറയുന്നത് സി ബൈ ലാംഡ 2 എന്ന് വരും. ഓക്കെ അപ്പോ E1 സീക്വൽ ടു എത്രയാണ് 25 ആണ്. 2 ഇലക്ട്രോൺ വോൾട്ടേജ് ആയതുകൊണ്ട് യൂണിറ്റ് കൺവേർഷൻ ഒന്നും വേണ്ട, യൂണിറ്റ് കൺവേർഷൻ ആക്കണ്ട, ഇലക്ട്രോൺ വോൾട്ടേജ് തന്നിരിക്കുന്നത്. ദെൻ E2 സീക്വൽ എത്ര കിട്ടും 25 ഇലക്ട്രോൺ 25 അല്ല 50. ഓക്കെ ദെൻ എന്ത് കൊടുക്കുക 25 സീക്വൽ ടു HC ലാംഡ 1 സീക്വൽ ടു E2 സീക്വൽ ടു HC ബൈ ലാംഡ 2 ആണോ അല്ലേ? ജസ്റ്റ് എന്ത് ചെയ്യുക കൊടുക്കുക ക്രോസ് ചെയ്യുക. അതായത് നമ്മൾ ചെയ്യുന്നുണ്ട് തൽക്കാലം ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ 25 സീക്വൽ ടു എന്ത് വരും എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ n. അടുത്തത് 50 സീക്വൽ ടു എന്ത് വരും എച്ച് സി ബൈ ലാംഡ 2. ഓക്കെ ഇനി എന്ത് സംഭവിക്കും ഈ ഡിവിഷൻ ലാംഡ 2 വന്ന സാധനം എന്തിനാണ് ഇങ്ങോട്ട് വരുമ്പോൾ മാറും ഇൻറ്റു ആയിട്ട് മാറും അല്ലേ? ഡിവിഷൻ ലാംഡ 2 ഇങ്ങോട്ട് ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങോട്ട് വരും എന്താ ചെയ്യുക 25 ഇൻറ്റു ലാംഡ 1 സീക്വൽ ടു എച്ച് സി. ഓക്കെ ദെൻ അതേപോലെ എന്താ പറയുന്നത് 50 ഇൻറ്റു ലാംഡ 2 സീക്വൽ ടു എന്ത് എച്ച് സി. അപ്പൊ രണ്ടിക്ക് എന്ത് കൂടുതൽ ഈക്വൽ ആണ് RHS സെയിം ആണ്. അപ്പൊ LHS എന്തായിരിക്കും സെയിം ആയിരിക്കും. LHS എന്തായിരിക്കും സെയിം ആയിരിക്കും. ബി കറക്റ്റ് ആൻസർ ആണ് ശരിയാ. ഓക്കെ അപ്പൊ LHS എന്താ വരിക സെയിം വരും. അപ്പൊ എന്താ വരിക 25 ഇൻറ്റു ലാംഡ 1 സീക്വൽ ടു 50 ഇൻറ്റു എന്ത് വരും ലാംഡ 2 വരും. ഓക്കെ ഇവിടെ നിന്ന് ലാംഡ 1 ബൈ ലാംഡ 2 ലാംഡയൊക്കെ എന്ത് ചെയ്യുക വേവ് ലെങ്ത് ഒക്കെ എന്ത് ചെയ്യുക ഒരേ സൈഡിലാക്കുക. അപ്പൊ എന്താ സംഭവിക്കും ലാംഡ 1 ബൈ ലാംഡ 2 എന്ത് വരും 50 ബൈ ലാംഡ 1 ബൈ ലാംഡ 2 സീക്വൽ എന്ത് വരും 50 ബൈ എന്ത് വരും 25 എന്ന് വരും അല്ലേ? നോക്കിയേക്കോ നിങ്ങള് ഈ സംഭവം ലാംഡ 1 കൊണ്ട് ഡിവിഷൻ ലാംഡ 25. അപ്പൊ എന്താ വെച്ചാൽ 1 എത്ര നോക്കുക നിങ്ങള് 125 2 ടൈംസ് ലാംഡ 1 ബൈ ലാംഡ 2 എത്ര വരും 2. അപ്പോൾ ലാംഡ 1 ഈക്വൽ ടു 2 ലാംഡ. ഓക്കെ ജസ്റ്റ് സിമ്പിൾ ഇക്വേഷൻ. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒരു തിയറി പറയാം. ജസ്റ്റ് ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചിട്ട് മറ്റു കേസായിട്ട് നമുക്കൊരു കേസ് കുറച്ച് കാര്യം അതിന് ഇക്വേഷൻ ഒന്ന് എങ്ങനെയാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ അപ്പോൾ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ അതിന് മുമ്പ് ഒരു ചോദ്യം പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അതാരാ കണ്ടുപിടിച്ചത്? ഇതാരുടെ മോഡൽ ഓഫ് ആറ്റം? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി അറിയോ? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റുദർഫോർഡ്. ഏതാണ് റുദർഫോർഡിന്റെ മോഡൽ ഓഫ് ആറ്റം ആണ്. ഏതാസ്റ്റ് റുദർഫോർഡിന്റെ. ഇവർ തമ്മിൽ 3 പേർക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. കണക്ഷൻ അറിയാം അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച ആരാണ്? വാട്ടർമെലൻ മോഡൽ ഓർമ്മയുണ്ടാവും. തോംസൺ ജെ തോംസണും റുദർഫോർഡും ബോറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. വീഡിയോ സ്റ്റക്കായി. ഇപ്പോഴോ സ്റ്റക്കാണ്. ഇപ്പൊ ക്ലിയർ ആവണ്ടോ? അതില മേഘ മേഘ പറഞ്ഞു മേഘ ഇവതിച്ചുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഏകദേശം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് നമ്മുടെ ഈ റുദർഫോർഡും അതേപോലെ തന്നെ എന്താ പറയുന്നത് വെച്ചാൽ റുദർഫോർഡും അതേപോലെ തന്നെ ജെ തോംസണും അതേപോലെ തന്നെ എന്താ പറയുന്നത് റുദർഫോർഡുണ്ട് ജെ തോംസൺ ഉണ്ട് അതേപോലെ മറ്റൊരാളാണെന്ന് പറയുന്നത് ബോർ. ഈ 3 പേര് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവര് ആശാനും ശിഷ്യന്മാരാണ്. അതായത് റുദർഫോർഡ് നമ്മുടെ ആരുടെ എന്ന് പറയുന്നത് ജെ തോംസന്റെ പരീക്ഷണശാല എക്സ്പെരിമെന്റ് അതിൽ നിന്ന ആളാണ് ആര് പറയുന്നത് റുദർഫോർഡ്. റുദർഫോർഡിന്റെ ശിഷ്യനാണ് ആര് പറയുന്നത് ആരാ പറയുന്നത് നമ്മുടെ ആരാ പറയുന്ന ബോർ. ഇവർ 3 തമ്മിൽ റിലേഷൻ ഒക്കെ ഗുരുക്കന്മാരും ശിഷ്യന്മാരാണ്. അതായത് നമ്മുടെ ഏകദേശം
ജെ തോമസിന്റെ കീഴിലാണ് ആര് വർക്ക് ചെയ്തത്? റുദർഫോർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റുദർഫോർഡിന്റെ കീഴിലാണ് ആര് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരാണ്? നമ്മുടെ ബോർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ജസ്റ്റ് ഇപ്പോൾ ചോദിച്ചാലോ? ചോദിക്കാൻ സാധ്യതയുണ്ട് പോലും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അപ്പോൾ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഒന്നുമില്ല, ഇതൊരു മെറ്റലാണ് ചോദിക്കുക. മെറ്റലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചാണ്, ഇക്വേഷനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നുട്ടോ. അപ്പോൾ ഈ മെറ്റലിൽ ഒരുപാട് ആറ്റങ്ങളുണ്ട്. ഒരുപാട് ആറ്റങ്ങൾ ഇങ്ങനെ തിങ്ങിപ്പാർത്ത് ഒരുപാട് ആറ്റങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു മെറ്റലിന്റെ അടുത്ത് ഇങ്ങനെ ആറ്റങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ മെറ്റലിലേക്ക് ഒരു ലൈറ്റ് വന്ന്, സൂര്യപ്രകാശമോ എന്തായിക്കോട്ടെ, സൺലൈറ്റ് വന്നിട്ട് തട്ടും. ഓക്കെ, അപ്പൊ എന്താ പോയിരിക്കുന്നത്? ഒരു മെറ്റലിലേക്ക് സൺലൈറ്റ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? തട്ടും. സൺലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റലിലുള്ള ആറ്റങ്ങളുടെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ലൈറ്റ് എന്ന് വെച്ചാൽ പ്രകാശം എന്ന് വെച്ചാൽ ഊർജമാണ്, എനർജിയാണ്. ആ എനർജി, അതായത് ഇവിടെ ഇലക്ട്രോൺസ് ആകെ ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ സമയത്ത് ഇലക്ട്രോൺസ് ആ എനർജി സ്വീകരിച്ചിട്ട്, ആ എനർജി എടുത്തിട്ട്, ഓക്കെ, ഇലക്ട്രോൺസ് ഈ ആറ്റത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് ഒരു മെറ്റൽ റോഡ്, ഒരു മെറ്റൽ ലോഹത്തിന്റെ കഷ്ണം. ആ മെറ്റലില് ആറ്റങ്ങൾ ഇങ്ങനെ തിങ്ങിപ്പാർത്ത്, മെറ്റൽസ് അറിയാം, സോളിഡ് ആണ്, സോളിഡ് സ്റ്റേറ്റ് ആണ്, ആറ്റങ്ങൾ എങ്ങനെ ഇരിക്കുന്നൊക്കെ അറിയാലോ. അപ്പൊ ആറ്റങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കണം മെറ്റലിന്റെ അടുത്ത്. ഓക്കെ, മെറ്റലിന്റെ അടുത്ത് ആറ്റങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. ശ്രദ്ധിക്കുക. എന്താണ്? ആറ്റങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് വന്ന് തട്ടി. ഓക്കെ, അപ്പൊ ലൈറ്റ് എന്ന് വെച്ചാൽ എനർജിയാണ്. സൺലൈറ്റ് എന്ത് ആയിക്കോട്ടെ, ലൈറ്റ് വന്ന് തട്ടിയ സമയത്ത് ഈ ആറ്റത്തിന്റെ ഉള്ളിലുള്ള എന്താ പറയുന്നത് ഇലക്ട്രോണുകളെ, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസിന് എനർജി കിട്ടി, അവർ പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങി. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് പുറത്ത് ചാടിയ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ് എന്നൊക്കെ വിളിക്കുന്നത്. ഫോട്ടോൺസ്. അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആദ്യം കൺസെപ്റ്റ് ക്ലിയർ ആയോ? അതായത് ഒന്നുമില്ല, ഒരു മെറ്റൽ ഷീറ്റ്, ആ മെറ്റൽ ഷീറ്റിന്റെ ഉള്ളിലേക്ക് ഒരുപാട് ഇലക്ട്രോൺസ് നമ്മൾ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരുപാട് ഇലക്ട്രോൺസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ആറ്റങ്ങൾ ഉണ്ട്, ഇവിടെ വന്ന് തട്ടി പുറത്തേക്ക് ചാടും. ഓക്കെ, ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടും. അപ്പൊ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ ഇക്വേഷൻ പറയാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എത്ര ഉള്ളൂ? ഇവിടെ വന്ന് പതിക്കുന്ന ലൈറ്റ്, മെറ്റലിന്റെ മുകളിൽ വന്ന് പതിക്കുന്ന ലൈറ്റിനെ ഞാൻ ഇ എന്ന് കൊടുത്തു. എന്ത് കൊടുത്തത്? ഇ, എനർജി. ഈ ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ പഠിച്ചെന്താണ്? h nu. ഇനി ഈ ലൈറ്റ് വന്ന് തട്ടിയിട്ട് എവിടെ? ഈ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് എന്താ ചെയ്ത്? പുറത്തേക്ക് അങ്ങ് ചാടി, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്, ഈ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് എന്താണ്? ആ എനർജി ഗെയിൻ ചെയ്തു, അല്ലേ? എനർജി ഗെയിൻ ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് ചാടുന്നത്. അപ്പോ ആ ഇലക്ട്രോണുകൾക്ക് എനർജി വേണം. ആ മിനിമം എനർജി റിക്വയർഡ് ഫോർ, അതായത് ഈ ഇലക്ട്രോണിന് ഈ ആറ്റത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള മിനിമം എനർജീനെ വിളിക്കുന്ന പേരാണ് എന്ത് പേര് അറിയപ്പെടുന്നത്? ത്രെഷോൾഡ് എനർജി. എന്ന് പറയുന്നത് ത്രെഷോൾഡ് എനർജി, അതിന്റെ ഫ്രീക്വൻസി വേണമെങ്കിൽ പറയാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി, ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ്. ഫ്രീക്വൻസി എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്, ഉണ്ടാവില്ലേ? എന്ത് എനർജിയാണ്? നമ്മുടെ ഒരു മിനിമം എനർജി. എന്ത് മിനിമം എനർജിയാ?
നമ്മുടെ ഈ ഇലക്ട്രോൺസ് പുറത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇലക്ട്രോൺസ് പുറത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള മിനിമം എനർജിയാണ് E0. എന്താ E0. അപ്പൊ E0 സീക്വൽ എന്താ വരിക? H കോൺസ്റ്റന്റ് ആണല്ലോ, ബാക്കി എന്താ വരിക? µ0. ഇതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി, മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ദി ഇലക്ട്രോൺസ് ആർ എന്താ പറയുക ഔട്ട്സൈഡ് ദ മെറ്റൽ പ്ലേറ്റ്, മെറ്റൽ സർഫസ്. ഓക്കെ, ഈ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള മിനിമം എനർജീനെ വിളിക്കുന്ന മിനിമം എനർജിയാണ് ഇത് പറയുന്നത് എന്ത് വഴി അറിയപ്പെടുന്നത്? മിനിമം ഫ്രീക്വൻസി ആണ് എന്ത് വഴി അറിയപ്പെടുന്നത്? µ0, ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഈ വർക്ക് എന്ത് വർക്കാണ്? ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്നും പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. എന്താ വിളിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സൈ എന്ന് പറഞ്ഞ ലെറ്ററൊക്കെ വെച്ചിട്ടാണ് വർക്ക് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഒരു മെറ്റൽ പ്ലേറ്റിലേക്ക് എന്ത് വന്നു? സൺലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശം വന്നിട്ട് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നു. സൺലൈറ്റ് വന്ന് ഇജക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ മെറ്റൽ പ്ലേറ്റിലുള്ള ഇലക്ട്രോൺസ് ആ എന്തിനെ സ്വീകരിച്ചിട്ട് നമ്മുടെ ആ എനർജിയെ സ്വീകരിച്ചിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടും. ഓക്കെ, ഇലക്ട്രോൺസ് എന്താ ചെയ്യുക? പുറത്തേക്ക് ചാടും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ആ പുറത്തേക്ക് ചാടുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ വന്ന് ഇജക്ട് ചെയ്യുന്ന ലൈറ്റ് ആണ് ഇത് പറഞ്ഞ എനർജിയാണ് E എന്ന് കൊടുത്തു. E=hν. ഇനി അവിടെ നിന്നും കൊടുക്കുന്ന എനർജി സ്വീകരിച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് എന്താ ചെയ്യുക? ഇലക്ട്രോൺസ് ആ എനർജി സ്വീകരിച്ചിട്ട് ഇലക്ട്രോൺസ് എന്താ ചെയ്യും? പുറത്ത് ചാടും. അപ്പോൾ ഇലക്ട്രോൺസ് പുറത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള മിനിമം എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് എനർജി കൊടുക്കുന്നുണ്ട്, മൊത്തം എനർജി വേണ്ട ആവശ്യമില്ല. ആ മിനിമം എനർജി, ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ട മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന പേര് അറിയപ്പെടുന്നത്. E=hν0, അഥവാ സൈൻ എന്നൊക്കെ പേര് അറിയപ്പെടുന്നത്. µ0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി, മിനിമം ഫ്രീക്വൻസി റെക്കോർഡ് ഫോർ മിനിമം ഫ്രീക്വൻസിയാണ്. ഇനി ശ്രദ്ധിക്കുക, അപ്പൊ നമ്മൾ കൊടുക്കുന്ന എനർജി എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടി പ്ലസ് ഇലക്ട്രോൺസ് പുറത്തേക്ക് വേണ്ട ചാടുക എന്ന് വെച്ചാൽ പുറത്തേക്ക് ചാടി ഇങ്ങനെ ചലിക്കണ്ടേ? ചലിക്കണമെന്ന് എന്ത് എനർജി വേണം? കൈനറ്റിക് എനർജി വേണം. ചലിക്കുക, ഒരു വസ്തു ചലിക്കുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് ചലിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് എന്ത് പേര് അറിയപ്പെടുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ആ കൈനറ്റിക് എനർജി അവിടെ വേണം. എന്തുവാണെന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി വേണം. അപ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി പ്ലസ് നമ്മൾ കൊടുക്കുന്ന എനർജി എന്തൊക്കെയായിട്ട് പറഞ്ഞത്? നമ്മൾ സൺലൈറ്റിൽ വരുന്ന, സൂര്യപ്രകാശത്തിൽ വരുന്ന ഈ ലൈറ്റ് എന്തെങ്കിലും പറഞ്ഞു? ഇലക്ട്രോൺസ് പുറത്ത് ചാടാൻ വേണ്ടി, ഇലക്ട്രോൺസ് ചലിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് പുറത്ത് ചാടാൻ വേണ്ട മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ പ്ലസ് എന്താ വരിക? കൈനറ്റിക് എനർജി പ്ലസ് എന്ത് വരും? കൈനറ്റിക് എനർജി. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന എനർജി എന്ത് വരുന്നത്? എന്ത് വരുന്നത്? നമ്മൾ കൊടുക്കുന്ന എനർജി എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന എനർജി എന്തിനൊക്കെ വേണ്ടി? ഇലക്ട്രോൺസ് പുറത്ത് ചാടാൻ വേണ്ട എനർജി, അതാണ് E0. ഇലക്ട്രോൺസ് പുറത്ത് ചാടാൻ വേണ്ട എനർജി അഥവാ E0, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കാം, വർക്ക് ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, ദെൻ ഇലക്ട്രോൺസ് ചലിക്കാനുള്ള എനർജി, മൂവ് ചെയ്യാനുള്ള എനർജി is mean for kinetic energy. Okay, then E=hν. Okay, E0 is equal to hν0 plus half mv². Okay, then next one എന്താ പറയുന്നത്? ഇത് hν hc/λ is equal to എന്ത് കൊടുക്കുന്നതാണ്? g/λ0 എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം വേവ് ലെങ്ത് λ0 പ്ലസ് ഹാഫ് mv². ഇങ്ങനെ ഇക്വേഷൻ മാറ്റിയതാണ്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റീവ് ഇക്വേഷൻ. ഐൻസ്റ്റീൻ കേട്ടോ, ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻസ് ആണെന്നൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പം ഈ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ല? ഓക്കെ ആണ്. ഇനി അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ നമുക്കാണ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്കാണ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
Okay. The value of Navya. The value of the value of Nandana. The value of Planck's constant is Planck's constant is the value of Planck's constant is 2003 ചോദിച്ചോളൂ. Planck's constant is 6.63 into 10 raised to 6.63 into 10 raised to minus 34 joule second inverse. Joule second. Then the velocity of light, the velocity of light 3 into 10 raised to 8 meter per second. Which value is closer? Which value is closer? Which value is closer? To the wavelength of in nanometers, to the wavelength in nanometers, the wavelength nanometers. കേൾക്കാല്ലേ? Question വായിച്ചു നോടി. The value of Planck's constant is 6.63 into 10 raised to minus 34 joule second. The velocity of light 3 into 10 raised to 8 meter per second. Which value is closer to the wavelength? Which value is closer to the wavelength in nanometer? In nanometer of quantum of light with the frequency 8 into 10 raised to 15. 8 into 10 raised to 15 second inverse. Options are there. Option A 2 into 10 raised to minus 25. B 5 into 10 raised to minus 18. C 4 into 10 raised to 1. D 3 into 10 raised to 7. Question എല്ലാവരും വേഗം കോപ്പിയിൽ വയ്ക്കുക. Question എല്ലാവരും എഴുതി കഴിഞ്ഞു വിചാരിക്കുന്നു. Question എല്ലാവരും ക്ലിയർ ആയി വിചാരിക്കുന്നു. The value of Planck constant വാല്യൂ തന്നിട്ടുണ്ട് വെറുതെ ജസ്റ്റിന്. Then ലൈറ്റ് തന്നിട്ടുണ്ട്. Which value is closer to wavelength? അതായത് ഈ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിന്റെ 8 into 10 raised to 15. 8 into
10⁻⁵ വേവ് ലെങ്ത് ഉള്ള, സോ വേവ് ലെങ്ത് അല്ല, ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിന്റെ എന്ത് കണ്ടുപിടിക്കണം? വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. നാനോമീറ്റേഴ്സ് ഏറ്റവും ക്ലോസസ്റ്റ് ആയി വരുന്ന ചോദിക്കുന്നത്. ഏറ്റവും ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കണക്ക് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഏറ്റവും ക്ലോസസ്റ്റ് വാല്യൂ എന്ന്, ക്ലോസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വാല്യൂസ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടുത്ത വാല്യൂ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും എക്സാക്ട് ആൻസർ ഓപ്ഷനിൽ ഇല്ല. എക്സാക്ട് ആൻസർ എന്തില്ല? ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, മനസ്സിലാവുണ്ടോ? എക്സാക്ട് വാല്യൂ എന്തല്ല ഓപ്ഷനിൽ ഇല്ല. അതിന്റെ അടുത്ത വാല്യൂ ആണ് നമ്മുടെ, അതിന്റെ ഏറ്റവും അടുത്ത ക്ലോസസ്റ്റ് വാല്യൂ, ഏറ്റവും അടുത്ത വാല്യൂ ആണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കുള്ള ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയോ? അതായത് ഈ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കും. അത്രേ ഉള്ളൂ. സംഭവം വേഗത്തെ കുറെ ക്വസ്റ്റ്യൻസ് വന്നുള്ളൂ, അതൊക്കെ കുറെ എഴുതിയുന്നുള്ളൂ. എന്താണ് ഈ ഫ്രീക്വൻസി? എത്രയാണ്? 8 × 10⁻⁵. 8 × 10⁻⁵ ഫ്രീക്വൻസിയുള്ള ലൈറ്റിന്റെ വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ക്ലിയർ ആയ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയ എല്ലാവർക്കും? യെസ്. ഓക്കെ, ഫാത്തിമ. യെസ്, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? ആൻസർ ചെയ്യല്ലേ? നമുക്ക് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി നമുക്ക് അതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് നാനോമീറ്റർ തരണം അല്ലേ? 10⁻⁴ ഒരു നാനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻⁻�9 മീറ്റർ തോന്നുന്നു കേട്ടോ. അപ്പൊ നാനോമീറ്റർ ഈക്വൽ ടു 1 നാനോമീറ്റർ ഈക്വൽ ടു 1 നാനോമീറ്റർ ഈക്വൽ ടു 10⁻⁹ മീറ്റേഴ്സ് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ, കാരണം നാനോമീറ്റേഴ്സിലാണ് ഇത്. നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? കണ്ടോ എന്ത് പറഞ്ഞിട്ടുണ്ട്? വേറെ കാര്യങ്ങൾ പറഞ്ഞു, നാനോമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് നോക്കണേ, മീറ്ററിലല്ല, നാനോമീറ്ററിന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മീറ്റർ ഈക്വൽ ടു നാനോമീറ്റർ ഈക്വൽ 10⁻⁹ മീറ്റർ ആണ്. ദെൻ എനിക്ക് ഫ്രീക്വൻസി അറിയാം. എനിക്ക് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 8 × 10⁻⁵. ഓക്കെ, ന്യൂസ് അറിയാം. ദെൻ എനിക്ക് ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ന്യൂസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ എല്ലാ ഇക്വേഷനും വേവിന്റെ ഇക്വേഷൻ ആണ്. ന്യൂസ് ഈക്വൽ ടു c/λ. ഓക്കെ, ലാംഡ ഈക്വൽ ടു എന്ത് വരും? c/ν എന്ന് വരും. ആണോ അല്ലേ? അതായത് നിങ്ങളുടെ ഇക്വേഷൻ നോക്കുക, ന്യൂസ് ഈക്വൽ എന്താ വരിക? c/λ. ന്യൂസ് ഈക്വൽ എന്താ വരിക? c/λ. സിമ്പിൾ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ന്യൂസ് ഈക്വൽ എന്താ വരും? c/λ എന്ന് വരും. ക്ലിയർ ആണോ പറഞ്ഞത്? ദെൻ c/ν. ലാംഡ ഈക്വൽ എന്താ വരിക? c/ν. ഇത് ചെയ്ത ആൻസർ കിട്ടും. ലാംഡ ഈക്വൽ ടു c/ν. നമുക്ക് നോക്കാം. ലാംഡ ഈക്വൽ ടു c/ν നോട്ട്. c എത്രയാണ്? 3 × 10⁸ 8 × 10⁻⁵ അല്ലേ? അതിന് 10⁻⁵ മുകളിലേക്ക് എന്തായിട്ട് മാറും? ഇൻറ്റു 10⁻⁻⁵ ആയിട്ട് മാറും അല്ലേ? 10⁻⁵ മുകളിലേക്ക് കൊണ്ടുപോകുന്ന 10⁻⁻⁵ ആയിട്ട് മാറും. അങ്ങനെയാണ് എത്ര കിട്ടുക? 15 8 പോയി കഴിഞ്ഞാൽ 7 10⁻⁷ കിട്ടും. അപ്പൊ 3/8 × 10⁻⁷. 3/8 × 10⁻⁷. അപ്പോൾ